ചക്കയിൽ ഒട്ടിയ ഈച്ചയുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറയും. അതായത് ഒട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ നെവർ ഗെറ്റ് ബാക്ക് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്ന കേൾക്കാറ്. ഏകദേശം ഇതുപോലെയാണ് നമ്മൾ ഒരു വട്ടം പ്രവാസിയായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫാമിലിയും പിന്നെ കുടുംബവും കാര്യങ്ങളും ഒക്കെ വിട്ടിട്ട്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് തോന്നുന്നു. കാരണം അവിടെ നിന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ശരിക്കും നാട്ടിൽ വന്നിട്ടല്ല തുടങ്ങേണ്ടത്, അത് അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങണം. അത് നമ്മൾ പ്ലാനിങ്ങിൽ പറഞ്ഞതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഈ ലേണിംഗ് പാർട്ട്. ഒരു ദിവസം എണീറ്റ് നോക്കുമ്പോൾ അവരുടെ ബിസിനസ് കഫീൽ പിടിച്ചെടുക്കത്രേ. എന്താണ് ഈ പിടിച്ചെടുക്കുക എന്നുള്ളത്? എന്ന് റിട്ടേൺ ആവും എന്നുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എല്ലാം ആയതിനു ശേഷം, ഒരു ക്യാപിറ്റൽ ആയതിനു ശേഷം റിട്ടേൺ ആവാം അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് വിചാരിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മളൊരു ഡെഡ് ലൈൻ കാണും. ഇപ്പം ഇന്ന് 2026 ജൂലൈ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ തീരുമാനം എടുക്കുന്ന ഒരാളാണെങ്കിൽ 2030 ജനുവരി അല്ലെങ്കിൽ 2035 ജൂലൈ ആണ് നമ്മളെ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നുള്ള ആ ഒരു ഡേറ്റ്, ആ ഒരു എൻഡ് ഡേറ്റ്, ഇതാണ് എൻ്റെ അവസാനത്തെ ദിവസം ഈ അറബ് കൺട്രിയിൽ അല്ലെങ്കിൽ ഈ പ്രവാസ ജീവിതത്തിൽ എൻ്റെ അവസാന ദിവസം ഇന്നതാണ് എന്നുള്ള ആ ഒരു എൻഡ് ഡേറ്റ് കിട്ടിയിട്ട് അതിൽ നിന്ന് റിവേഴ്സ് പ്ലാൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. എല്ലാവരും നമ്മൾ സേഫായിട്ട് ഒരാൾ എന്തെങ്കിലും സേഫായിട്ട് ചിന്തിച്ച ഒരാൾ എന്തെങ്കിലും ലൈഫിൽ എവിടെയെങ്കിലും സേഫായിട്ട് ഒരാളാണ് നമ്മുടെ നാട്ടിൽ റിലയൻസോ ഈവൻ ഇൻ്റർവെല്ലിലോ ഫേവേഴ്സ് ഓഫ് എയർലൈനിൽ. അതായത് അവിടുന്ന് നിർത്തി ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ എന്താണ് നാട്ടിലേക്ക് വരുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്യുകയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ അവിടെ നിന്നുകൊണ്ട് ഒരു 0 to 1 ലേണിംഗ് ഇവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് നടത്തുകയും ഇവിടുത്തെ മാർക്കറ്റ് നന്നായിട്ട് പഠിക്കുകയും വേണം. അങ്ങനെ പോവാൻ കാണിച്ച റിസ്ക് നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചൊന്ന് സെൽഫിഷ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് എ ബിസിനസ് ഓവർ ഹിയർ. മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറാം. ശരിക്കും എല്ലാ പ്രവാസികളും അവിടുന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് സംരംഭകരാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ എല്ലാ പ്രവാസികളും തിരിച്ച് നാട്ടിലോട്ട് വരേണ്ടതുണ്ടോ? ഹായ് ഓൾ, നമ്മളങ്ങനെ ഒരുപാട് പോഡ്കാസ്റ്റുകളൊന്നും ഈ ചാനൽ ത്രൂ ചെയ്തിട്ടില്ല. നമ്മൾ ഓരോ പോഡ്കാസ്റ്റുകൾ ചെയ്യുമ്പോഴും അതിനൊരു പേർപ്പസ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. നമ്മൾ മുന്നേ ചെയ്ത 2 കോൺവേഴ്സേഷൻസും നമ്മൾ ചെയ്തിട്ടുള്ളത് IT കമ്പനിയിൽ ഒരു വളരെ ഹൈ വാല്യൂട്ടുള്ള ഹൈ സാലറി മേടിക്കുന്ന ഒരാൾ എങ്ങനെ അത്തരത്തിലുള്ളൊരു കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തൊരു സ്റ്റാർട്ടപ്പ് ജേണിയിലേക്ക് പോവാം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർ ആവാം എന്നുള്ളൊരു പോയിന്റിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ മുന്നത്തെ 2 കോൺവേഴ്സേഷൻസും നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ സോൾവ് ചെയ്യേണ്ട, ഞാൻ അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ അറൗണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പോഡ്കാസ്റ്റും നമ്മുടെ മുന്നിൽ അതിന് പറ്റിയിട്ടുള്ളൊരു വ്യക്തി, ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രവാസികളുമായി സംബന്ധിച്ചിട്ടുള്ളതാണ്. അതായത് എനിക്കറിയാവുന്ന ഒരുപാട് പേര്, എൻ്റെ റിലേറ്റീവ്സ്, നൈബേഴ്സ്, ഫ്രണ്ട്സൊക്കെ പ്രവാസികളായിട്ടുള്ളവരുണ്ട്. ഇവരെല്ലാവരും പ്രവാസ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം അവരെപ്പോഴും പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നത് ഒരു നിശ്ചിത സമയത്തേക്ക് അവിടെ പോയിട്ട് അവിടുന്ന് കുറച്ച് ക്യാപിറ്റലൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആവണം, ഒരു ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും. പക്ഷേ പലപ്പോഴും അത് പലർക്കും സാധിക്കാറില്ല, പലർക്കും അതിന് പറ്റാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജേണിയിലൂടെ കടന്നു പോയി 10-12 വർഷം പ്രവാസ ജീവിതത്തിൽ നിന്നുകൊണ്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് വരികയും എന്നാൽ നാട്ടിൽ വന്നുകൊണ്ട് എല്ലാ കംഫോർട്ട് സോണും അവർ ബ്രേക്ക് ചെയ്തുകൊണ്ട് എല്ലാ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രഷറും ഹാൻഡിൽ ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും അതിനെ സ്കെയിൽ ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഈ കോൺവെർസേഷനിലുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും. അതായത് ഓൾറെഡി ഒരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഓൾറെഡി ഒരു NRI ജീവിതത്തിലുള്ള ഒരു വ്യക്തി സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നാട്ടിൽ വന്നുകൊണ്ട് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം, അതിനെങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം, അത് ഓൾറെഡി ചെയ്തൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്റ്റോറി, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ ഈ കോൺവെർസേഷനിൽ നമ്മുടെ കൂടെ ഉള്ളത് ഫ്ലേവേഴ്സ് ഓഫ് കേരളൻ്റെ ഫൗണ്ടറായിട്ടുള്ള നസീഫാണ്. നസീഫ് എൻ്റെ നാട്ടുകാരനും കൂടിയാണ്, എനിക്ക് പേഴ്സണലി ഒരുപാട് അറിയുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഈവനിങ്ങിലൊക്കെ ആരെങ്കിലും ഒരാൾ ബോർഡാണെങ്കിൽ ഈവനിങ്ങിലൊക്കെ ഒരു ചായക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുകയും ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റോറി, അവരുടെ പേഴ്സണൽ ലൈഫ്, അവർ ചാടിക്കടന്നിട്ടുള്ള ഹേർഡിൽസൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് സജഷൻസിലൂടെ ഇത് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് പ്രവാസികളുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിലുള്ള ഒരുപാട് വ്യക്തികളുണ്ടാവും. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള നസീഫിനെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം നസീഫ്, വെൽക്കം ടു ദി കോൺവെർസേഷൻ. ഈ കോൺവെർസേഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പേർപ്പസ് ഡ്രിവൺ ആണ്. നമ്മുടെ ഈ കോൺവെർസേഷൻ കേട്ടിട്ട് 1-2 പ്രവാസികൾക്ക് നാട്ടിൽ വന്നിട്ട് അവരുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധൂകരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വിൻ. അതാണ് നമ്മുടെ ഉദ്ദേശവും. അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് റീച്ചോ ഒരുപാട് ഫോളോവേഴ്സോ കിട്ടുമോ എന്നുള്ളതല്ല ഈ ഒരു കോൺവെർസേഷൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റാണ്. 1-2 പേർക്ക് ഇവിടെ വന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് സജഷൻസ് കൊടുക്കുക എന്നുള്ളത്. അത് പറ്റുമെന്ന് വളരെ ഉറപ്പുള്ള ഒരു വ്യക്തി, അത് അത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുമെന്ന് വളരെ ഉറപ്പുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നസീഫിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ് മൈ ഇൻവിറ്റേഷൻ ആൻഡ് ബീങ് ഹിയർ. അപ്പോൾ നസീഫ്, എനിക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത്, സ്വാഭാവികമായിട്ടും ഒരു പ്രവാസിയെ സംബന്ധിച്ച് അവർക്കൊരു ഡേ 1 ഉണ്ടാവും. അവർ പ്രവാസ ജീവിതത്തിലേക്ക് പോകാൻ തീരുമാനിച്ച ഒരു സമയം, അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു സമയം എന്തായിരുന്നു നസീഫിൻ്റെ ഡേ 1? ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നു. നാട്ടിൽ ഒരു പാരലൽ കോളേജിൽ 2ാമത്തെ വർഷം ചെയ്യുന്ന സമയം. അതൊരു നോർമൽ കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വയസ്സ് എത്രയായിരിക്കും? കുഡ് ബി 21-22 സംതിങ് ലൈക്ക്. അപ്പോൾ 21 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി, ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടുകൂടി ഒരു പരിധി വരെ ഒരു അക്കരപ്പച്ച കാരണം ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു. അപ്പോൾ ഏത് രാജ്യത്തായിരുന്നു ആദ്യമായിട്ട് പോയിട്ടുള്ളത്? അതിൻ്റെ ബാക്കിലുള്ള ബാക്ക് സ്റ്റോറി ഒരു 2-3 ആയിട്ട് പറയാം. ഒന്നാമത്തത് ഡെഫിനറ്റ്ലി ഐ വാസ് എക്സോസ്റ്റഡ്. കാരണം ഞാനൊരു ബാംഗ്ലൂർ കോളേജ് ലൈഫിൽ പോയി. അവിടെ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ പോയത് ബാച്ചിലേഴ്സ് ബി സി ഒക്കെ പോയി. ബി സി എന്നെ കൊണ്ട് കൂട്ടിയിട്ട് കൂടുന്നില്ല, ബിക്കോസ് കംപ്ലീറ്റ് മാത്സിൻ്റെ അപ്ലിക്കേഷൻ ആയിരുന്നു. അങ്ങനെ അവിടെ കുറേ ബാക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. ഒരുപാട് എക്സ്പെൻസും ഉണ്ടായി എൻ്റെ ഫാമിലിക്ക്. സോ ഫോർ ദിസ് റീസൺ എൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇനി എങ്ങനെ എനിക്ക് ഈ പൈസ, ഞാൻ ഇത്രയും പൈസ കളഞ്ഞല്ലോ, എൻ്റെ ഫാമിലീൻ്റെ പൈസ കുറേ കളഞ്ഞല്ലോ, അതെങ്ങനെ എനിക്കൊന്ന് പേ ബാക്ക് ചെയ്യാം എന്നുള്ളതിൽ അറ്റ്ലീസ്റ്റ് ഹൗ ക്യാൻ ഐ ബി യൂസ്ഫുൾ ടു മൈ ഫാമിലി എന്നുള്ള രീതിയിലാണ് എൻ്റെ ചിന്ത പോകുന്നത്. അങ്ങനെ അതൊരു കാരണം, അത് വലിയൊരു കാരണം. പ്ലസ് 2ാമത്തെ കാരണം, എനിക്ക് നാട്ടിൽ ഏകദേശം മതിയായിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ കാലമല്ലോ, 10-22 വയസ്സായിട്ട് നാട്ടിൽ നിൽക്കുന്ന ആളാണല്ലോ. പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. നമ്മൾ ഈ ലൈഫ് ഇങ്ങനെ ഒരു നോർമൽ രീതിയിൽ പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഒരു വാവ് ഫീലിങ്ങോ അങ്ങനെ ഒരു മൂമെൻറ്റ് വരാനുണ്ടെന്നോ ഒരു പ്രതീക്ഷയും അതുമില്ല. പ്ലസ് 3rd റീസൺ, എൻ്റെ വാപ്പ അവിടെ വർക്ക് ചെയ്യുന്നത് ഒരു കാർ റെൻ്റൽ കമ്പനിയിലാണ്, ഏവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു US. ഏത് കൺട്രിയിലാണ്? സൗദിയിൽ ജിദ്ദ എന്ന് പറഞ്ഞ സിറ്റിയിൽ. അത് നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല, ഞാൻ ഭയങ്കരമായിട്ട് കാറുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാര്യങ്ങൾ സംഗതികൾ, കാർ ഡ്രൈവ് ചെയ്യുക, നല്ല കാറ്, പിന്നെ അതിൻ്റെ ഫോട്ടോസ് ഒരുപാട് ഞാൻ എടുത്തു വെക്കുമായിരുന്നു. അങ്ങനെ കാറിൻ്റെ വീഡിയോസ് ഒരുപാട് കാണുമായിരുന്നു, കാർ റിവ്യൂസ് ഒരുപാട് കാണുമായിരുന്നു. അങ്ങനെ ഒരുപാടുള്ള സംഗതികൾ. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ഒത്തു വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സമയത്താണ് എന്നോട് ഞാനൊരു ബൈക്ക് ആക്സിഡൻറ്റ് ആ സമയത്തുണ്ടായി. ആ സമയത്താണ് എന്നോട് ചോദിക്കുന്നത്, വുഡ് യു ലൈക്ക് ടു കം, ഒരു വിസയുണ്ട്. നോർമൽ മലപ്പുറംകാരനോട് ചോദിക്കുന്ന പോലെ വിസയുണ്ട്, പോരുന്നു. അപ്പോൾ അങ്ങനെ 21 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ പറഞ്ഞ പോലെ സൗദിയുടെ മണലാരണ്യങ്ങളിൽ എത്തിച്ചേരുന്നു അല്ലേ? അങ്ങനെ എത്തിച്ചേരുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് പണ്ട് കാലത്ത് ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് GCCയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഇതേപോലെ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് അവർ പഠിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഇവിടുന്ന് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ്, ഒരുപാട് ചിന്തകളും ഒരുപാട് കോൺസെപ്റ്റുകളൊക്കെ ആയിട്ടായിരിക്കും അവരവിടെ പോവുക. പക്ഷെ അവിടെ എത്തിയിട്ടായിരിക്കും അവിടെ ഒരുപാട് റിയാലിറ്റി ഹിറ്റുകൾ, അവിടെ ഒരുപാട് ഹാർഡ് ട്രൂത്ത്സ് അവർ ഹാർഡ് വേയിൽ ലേൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് കേൾക്കാറുണ്ട്. അന്ന് ഇതുപോലെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഒരുപാട് എന്താ പറയുക, അക്കരപ്പച്ച കാരണം സൗദിയിൽ എത്തിയിട്ടുള്ള ഒരു 21 വയസ്സുകാരന് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ആ റിയാലിറ്റി ചെക്ക് എന്തായിരുന്നു? ആ ഹാർഡ് ട്രൂത്ത്സ് ഐഡൻറ്റിഫൈ ചെയ്തത് എന്തായിരുന്നു ആക്ച്വലി? ദ ഷോക്കർ വാസ്, ഞാൻ എയർ ഇന്ത്യയുടെ 787 ഡ്രീം ലൈനർ, ബോയിങ് 787 ഡബിൾ എഞ്ചിനൊക്കെ ഉള്ള ഒരു 4 എഞ്ചിനുള്ള ഒരു വലിയൊരു ഫ്ലൈറ്റ്. കാരണം ഐ ലവ് ദാറ്റ് ഫ്ലൈറ്റ്. ഞാൻ അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ആ ഫ്ലൈറ്റിൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നൊക്കെ ആ ഫ്ലൈറ്റിലൊക്കെ കയറുന്നൊക്കെ ഭയങ്കര ഒരു ഉത്സാഹത്തോട് കൂടിയിട്ടായിരുന്നു.
അങ്ങനെ ഈ ഫ്ലൈറ്റിലൊക്കെ കയറി പിന്നെ അവിടെ ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഇതിൻ്റെ ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് ഐ ഫെൽറ്റ് ദ ഷോക്ക്, ഫസ്റ്റ് ഷോക്ക്. 40+ ഡിഗ്രിയാണ് അന്ന് അവിടുത്തെ കാലാവസ്ഥ. 40+ ഡിഗ്രി, യു വോണ്ട് ബിലീവ് മീ. അത് ഈ ഒരു നമ്മുടെ ഒരു കേരളത്തിലൊക്കെ ജീവിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു നമ്മൾക്ക് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. നമ്മൾക്ക് ഇവിടെ ചൂട് വരുമ്പോൾ നമ്മൾ ഇപ്പം മേ ബി റീസെൻ്റ്ലി കുറച്ചധികം ചൂടുണ്ടായിട്ടുണ്ടാകും. പക്ഷേ GCCയിലൊക്കെ വെതർ എന്താണെന്നുള്ളത് അവിടെ പോയവർക്കേ അറിയുള്ളൂ. 50+ വരെ അവിടെ വരാറുണ്ട്. പിന്നെ സമ്മറിൻ്റെ പീക്കിൽ ജിദ്ദയിലൊക്കെ, റിയാദിലൊക്കെ ഈവൺ വേഴ്സാണ്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോക്ക്. ഇത്രയും ചൂട് ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് മനസ്സിലായോ. അങ്ങനെ ആ ചൂട് പിന്നെ അങ്ങനെ ആ ഫ്ലൈറ്റിൽ നിന്ന് എയർപോർട്ടിൽ എത്തുന്ന വരെ ആളുള്ള ഒരു അല്ലെങ്കിൽ ബസ്സിൽ എത്തുന്ന വരെയുള്ളൊരു സമയം. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. വാപ്പ തന്നെ വണ്ടിയായിട്ട് വന്നിരുന്നു എന്നെ കൂട്ടാൻ. അങ്ങനെ ആദ്യം തന്നെ വാപ്പ വന്ന വണ്ടിയൊക്കെ ഏതാണെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നല്ല വണ്ടി കാണുന്നതും അത് റോഡ് കൂടെ പോകുന്ന വണ്ടികളും ഏതാ ഈ ബസ്സിൻ്റെ കമ്പനി എന്നും ഇങ്ങനത്തെയൊക്കെ ആ ഒരു ടീനേജറുടെ അല്ലെങ്കിൽ ഒരു ഏർലി യങ് 20s ഒരു ബോയിയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു അതൊക്കെയാണ് എൻ്റെയും മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റ് വീക്കിൽ എൻ്റെ ഏറ്റവും വലിയ റിയാലിറ്റി ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ നാടിൽ നിന്ന് കമ്പയർഡ് ടു അങ്ങോട്ട് മാറിയപ്പോഴുള്ള മാറ്റങ്ങൾ അതൊക്കെയായിരുന്നു. അങ്ങനെ ആ റൂമിലെത്തുന്നു ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ദെയർ ലൈഫ് വാസ് മോസ്റ്റ്ലി ഇൻഡോർ. നേരെ മറിച്ച് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ലൈഫ് ഇറ്റ്സ് നോട്ട് ഇൻഡോർ. നമുക്കൊരു വിശാലമായിട്ടുള്ള ലോകമുണ്ട് നമുക്ക് ജീവിക്കാൻ. ബട്ട് ഇൻ GCC ഓർ എനി അതർ ഗൾഫ് കൺട്രീസ് ഐ തിങ്ക് ലൈഫ് ഈസ് മോസ്റ്റ്ലി കൺഫൈൻഡ് ടു ഇൻഡോർസ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു അന്യരാജ്യത്ത് അല്ലെങ്കിൽ ഒരു അന്യ സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ എല്ലാ പ്രവാസികളും പ്രവാസി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം അവരുടെ അക്കോമഡേഷനും ഫുഡും സ്റ്റേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെയായിരുന്നു ഇൻ്റർവെല്ലിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെയൊക്കെ ജേണി. നമ്മൾ പോയത് ഈ ലേറ്റ് ആഫ്റ്റർ കോവിഡ് ആണെങ്കിൽ പോലും സ്റ്റിൽ ഫിനാൻഷ്യലി നമ്മൾ അത്ര സൗണ്ട് അല്ലാത്തൊരു സമയത്താണ് നമ്മൾ ദുബായിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനീഷ്യലി ഉള്ള കുറച്ച് ഡേയ്സൊക്കെ അവിടുത്തെ താമസവും അക്കോമഡേഷനും ഫുഡൊക്കെ കുറച്ച് ഈവൻ ഞാനല്ലായിരുന്നു, എൻ്റെ കോഫൗണ്ടേഴ്സ് ആയിരുന്നു പോയിരുന്നത്. ബട്ട് സ്റ്റിൽ അവിടുത്തെ ജേണി അത്ര ഈസി ആയിരുന്നില്ല. അപ്പോൾ അവിടെ എത്തുന്നവരൊക്കെ ശരിക്കും ഒരു ഹാർഡ് ലാൻഡാണ്, ഒരു ഹാർഡ് ലാൻഡിങ് ആണ് അവർക്ക് ഉണ്ടാവാറുള്ളത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ച് സോഫ്റ്റ് ലാൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അവിടെ പാരൻസ് ഉള്ളത് കൊണ്ടും പാരൻസ് അവിടെ വെൽ സെറ്റിൽഡ് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു സോഫ്റ്റ് ലാൻഡ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ലാൻഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് എപ്പോഴാണ് പിന്നെ ഈ ഒരു പ്രവാസ ജീവിതം ഹാർഡായി മാറിയത്? ഹാർഡായി തുടങ്ങി ഞാൻ ഇതുവരെ എവിടെയും പറയാത്ത ഒരു ചെറിയൊരു പാർട്ടുണ്ട് എൻ്റെ ഒരു പ്രവാസ ജീവിതത്തിൽ. ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്മോൾ പാർട്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം എവിടെയും പറയാത്തത്. അതായത് ജിദ്ദയിൽ നിന്ന് ഞാൻ പിന്നെ ചെറിയൊരു ബ്രീഫ് പീരീഡിൽ തായിഫ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ തായിഫിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളാരും നോക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ പ്രവാസം എന്താണെന്ന് ഞാൻ ഫസ്റ്റ് അറിഞ്ഞത്. ഈ തായിഫ് കാണാൻ ഭയങ്കര രസമുള്ള അടിപൊളി, നമ്മുടെ ടിപ്പിക്കൽ ഊട്ടിയാണ് തായിഫ് എന്ന് പറയുന്നത്. ഒരു വൃത്തിയുള്ള ഊട്ടി, മോർ വൃത്തിയുള്ള ഊട്ടി. ഊട്ടി വൃത്തിയില്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മുടെ വയനാടിൽ നല്ലൊരു തണുത്ത ക്ലൈമറ്റായി അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് തായിഫ് എന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ശരിക്കൊരു പ്രവാസ ജീവിതം എന്താണെന്നുള്ളത് അറിഞ്ഞത്. അതായത് അവിടെ നമുക്ക് എല്ലാത്തിനും കണക്കായിരുന്നു. ഇന്ന ദിവസം നീ റൂം ക്ലീൻ ആക്കണം, ഇന്ന ദിവസം നീ ഫുഡ് വെക്കണം, അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ പിന്നെ അതിൻ്റെ പേരിൽ നമ്മളോട് പ്രശ്നങ്ങൾ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹൃദമൊന്നും അല്ലാത്ത രീതിയിൽ ആൾക്കാർ ജീവിക്കുന്ന രീതിയും അന്ന് ഞാൻ അവിടെ നിന്നാണ് കണ്ടത്. എല്ലാവരും സ്വന്തം കാര്യം കാരണം എല്ലാവരും കണക്ക് കൂട്ടുന്നത് ഞാൻ ഇവിടെ പൈസ ഉണ്ടാക്കാൻ വന്നാണ്, എനിക്ക് പൈസ ഉണ്ടാക്കണം, അത് പെട്ടെന്ന് ഉണ്ടാക്കണം, അതിൻ്റെ ഇടയിൽ ഒരുമിച്ച് ചായ എടുക്കാൻ പോകുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് നീ നിൻ്റെ പൈസ കൊടുത്തോ, അങ്ങനെയൊക്കെയുള്ള ഒരു പക്ക ട്രാൻസാക്ഷണൽ രീതിയിൽ മാത്രമുള്ള പ്രവാസം ഞാൻ കണ്ടത് തായിഫ് എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈയിൽ വന്ന ഒരാൾ, അയാൾക്ക് അയാളുടെ കുറേ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, കുറേ കാര്യങ്ങൾ അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. ആ ഹൈ ഇങ്ങനെ കൂടി പോയിട്ട് പിന്നീട് എപ്പോഴാണ് ആ ഹൈ താഴോട്ട് പോവുകയും ഒരു കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷമങ്ങളൊക്കെ വരുന്ന മൊമെൻറ്റ്സ് എന്താണ്? ടു ബി ഹോണസ്റ്റ് വിത്ത് യു, തായിഫിൽ നിന്ന് എനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. തായിഫിൽ നിന്ന് എനിക്ക് തോന്നിയത് ദിസ് പ്ലേസ് ഈസ് നോട്ട് ഫോർ മീ. ഈവൻ ദോ ഐ ലൈക്ക് ദ വെദർ ആൻഡ് ഓൾ, ജിദ്ദയാണ് ഒന്നുകൂടി നല്ലത് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. കാരണം ജിദ്ദയിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു മലപ്പുറംകാരനാണ് എന്നുണ്ടെങ്കിൽ ജിദ്ദയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മലപ്പുറത്തുനിന്ന് പോകുന്നു എന്നൊരു 100% നിങ്ങൾക്ക് തോന്നില്ല. കാരണം അവിടെ നിങ്ങൾ കാണുന്ന ആൾക്കാരും നിങ്ങൾ ഇടപഴകുന്ന മലയാളികളൊക്കെ അധികവും ഒന്നുകിൽ നിങ്ങളുടെ അപ്പുറത്തുള്ളൊരു നെയ്ബർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻ്റെ ബ്രദർ ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന മലയാളികൾ തമ്മിലുണ്ടാവും. എസ്പെഷ്യലി ഇഫ് യു ആർ ഫ്രം മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, ഈ 3 ജില്ലയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് പിന്നെ
വേറെ സ്ഥലത്തൊന്നും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഇല്ല. ഞാൻ ഈ തായിഫ് പോലത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് പറയുന്നത് കേട്ടോ, കമ്പയർഡ് ടു ജിദ്ദ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിദ്ദയിലേക്ക് തന്നെ പോയാൽ മതി എന്നായി എനിക്ക്. അങ്ങനെ ഞാൻ വീണ്ടും ആ ഒരു കമ്പനിയിൽ നിന്ന് പിന്നെ ഇവിടെ എനിക്ക് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ടുക്ക് അറൗണ്ട് 4-5 months മേ ബി. അങ്ങനെ ഞാൻ ജിദ്ദയിലേക്ക് തന്നെ പോവാണ്. ജിദ്ദയിലേക്ക് പോയിട്ട് പിന്നെ വാപ്പാനോട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം, എന്നെ നിങ്ങളെ കമ്പനിയിൽ കയറ്റൂ. ആ കമ്പനിയിൽ നീ കയറണ്ട, ഞാൻ ഇത്രയും കാലം ആ കമ്പനിയിൽ നിന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, നീ കാണുന്നതല്ല, അതുകൊണ്ട് നീ അതിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഈ കമ്പനിയിൽ തായിഫിലേക്ക് പോയത്. ബട്ട് ഐ കെയിം ബാക്ക് ആൻഡ് ഐ ഇൻസിസ്റ്റഡ്, എനിക്ക് നിങ്ങളെ കമ്പനി കയറാം, എസ്പെഷ്യലി എനിക്ക് അറ്റ്ലീസ്റ്റ് ഡിഫറെൻറ്റ് കാറുകൾ ഓട്ടല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ആ കമ്പനി കയറുന്നതുകൊണ്ട്. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വാപ്പ എന്നെ ആ കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ബിക്കോസ് എൻ്റെ ഫാദറിന് നല്ലൊരു റെപ്യൂട്ടേഷനും ഫാദറിന് എല്ലാവർക്കും ഇഷ്ടമായത് കാരണം എനിക്ക് ആ കമ്പനിയിൽ ഈസി ആയിട്ട് ജോലി കിട്ടിയെന്ന് പറയാം. എത്ര ഈസി ആയിട്ട് ജോലി കിട്ടൂല അങ്ങനത്തെ നല്ല കമ്പനിയിലൊന്നും, ബട്ട് ഇറ്റ് വാസ് ഈസി ഫോർ മീ ബിക്കോസ് ഓഫ് ഹിസ് റെപ്യൂട്ടേഷൻ. ശരിയാണ്, നിങ്ങളുടെ നല്ല പ്രായത്തിൽ അവിടെ പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നു, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുന്നു, കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു, എല്ലാം ശരി. പക്ഷെ സ്വാഭാവികമായിട്ട് ഇത്രയും ചെറുപ്പത്തിൽ 21ാമത്തെ വയസ്സിലൊക്കെ നമ്മുടെ നാട് വിട്ട് പുറത്തോട്ട് പോകുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട്, പ്രത്യേകിച്ച് നിങ്ങളെയും എന്നെയും പോലത്തെ ആളുകൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യും. എന്തൊക്കെയായിരുന്നു നിങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ആദ്യം മിസ്സിങ് വന്ന, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ലോസ്റ്റ്, എനിക്ക് ഇതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ പറയാം. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവരുടെ കൂടെയുള്ള നമ്മുടെ ട്രിപ്പ് പോകുന്നതും, അതേപോലെ നമ്മളിങ്ങനെ അന്നൊക്കെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് വീക്കെൻഡ് ആക്ടിവിറ്റി ആയിരുന്നു അരിപ്പാറയിൽ പോയി കുളിക്കുക എന്ന് പറഞ്ഞത്. റമീസിനെ പറയാൻ മതി, അരിപ്പാറ നമ്മുടെ കക്കാടംപൊയിൽ ആ ഭാഗത്തുള്ള അവിടെയൊക്കെ നമ്മളൊരു ഞായറാഴ്ച മോർണിങ്ങിലോ അല്ലെങ്കിൽ ശനിയാഴ്ച മോർണിങ്ങിലോ ഒക്കെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് ഈവനിങ് 7 PM ആയിരിക്കും. കുളിക്കുക തന്നെ, കുളിക്കുക, മേലെന്ന് എടുത്തിട്ട് ചാടുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്. വണ്ടിയിൽ നല്ല ഹൈ വോളിയത്തിൽ പാട്ടിട്ടിട്ട് പിന്നെ പോവുക, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, കുളിക്കുക, ഇങ്ങനത്തെ കുറേ ഇതൊക്കെ നമുക്ക് റിയലി നമ്മളെ ഹോണ്ട് ചെയ്യും. ഈ മെമ്മറീസൊക്കെ നമ്മൾ ഒരു ഒറ്റക്കാവുന്ന സമയത്ത്. കാരണം ഇറ്റ്സ് ലൈക്ക് എന്തോ ഒരു അദൃശ്യമായിട്ടുള്ളൊരു പ്രിസണിൽ നമ്മൾ അകപ്പെട്ട പോലെ അതാണ് ഇവിടുന്ന് പോകുന്ന പല ആൾക്കാരും ഫസ്റ്റൊക്കെ പോയിട്ട് കരയുന്നത്. ഒരുപാട് കരയുന്ന ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് വെക്കേഷനിൽ തിരിച്ചു പോകുമ്പം നമ്മൾ അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തിനെ കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ കാരണം. മനുഷ്യനെപ്പോഴും ഒരു സോഷ്യൽ ജീവിയാണ് അല്ലേ? അപ്പം നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന് നമ്മളെ പറിച്ചു മാറ്റപ്പെടുകയാണ് നമ്മുടെ ലൈഫിൻ്റെ റിയാലിറ്റീനെ നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ. അപ്പം ആ ഒരു ഇങ്ങനത്തെ മെമ്മറീസ് നമ്മളെ വല്ലാതെ മിസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ കുടുംബത്തിൻ്റെ ഒരു വാംത്ത്, ഈ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ അല്ലല്ലോ. യുവർ ഓൺ. ഇത് നോർമലി ശരിക്കും എല്ലാ പ്രവാസികളും പറയുന്ന ഒരു കൈൻഡ് ഓഫ് പെയിനാണ്. പക്ഷെ പലപ്പോഴും ഇത് പറയുമ്പം നാട്ടിൽ നിൽക്കുന്ന ഇതുവരെ ഒരിക്കലും പ്രവാസ ജീവിതത്തിലേക്ക് കടക്കാത്ത ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും റിലേറ്റബിൾ ആയിരിക്കില്ല. വേറെ കാര്യം അതിനോട് അനുബന്ധിച്ചിട്ട് ഞാൻ പറയാം. അതായത് ചക്കയിൽ ഒട്ടിയ ഈച്ചയുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറയും. അതായത് ഒട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ നെവർ ഗെറ്റ് ബാക്ക് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. ഏകദേശം ഇതുപോലെയാണ് നമ്മൾ ഒരു വട്ടം പ്രവാസിയായി കഴിഞ്ഞാൽ. പല പ്രവാസികളും പോകുന്നത് എങ്ങനെയായിരിക്കും? ഞാനൊരു വീടുണ്ടാക്കിയിട്ട് പോരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ട് പോരും, അല്ലെങ്കിൽ ഞാനൊന്ന് സെറ്റിലായിട്ട് പോരും. ഇങ്ങനെ ചിന്തയിലായിരിക്കും എല്ലാവരും പോകുന്നത്. ബട്ട് അവരൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ മുമ്പ് 20-30 വർഷം അവരുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള റിയാലിറ്റിയാണ്. അപ്പോഴായിരിക്കും നമ്മൾ പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാക്കുന്നത് മൈ ലൈഫ് ഈസ് ഓൾമോസ്റ്റ് ഓവർ എന്നുള്ളത്. ഇറ്റ്സ് ബ്രൂട്ടൽ റിയാലിറ്റി പല പ്രവാസികളുടെയും നമ്മൾ കാണുന്നത്. പിന്നെ അവർ ഈ 60-50 വയസ്സുള്ള സമയത്ത് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ അവരുടെ ആ ഒരു ഓർമ്മകൾ വെച്ചിട്ടാണ് പിന്നെ അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളിത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉപ്പയുടെ സ്റ്റോറിയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഉപ്പ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഉമ്മനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു പ്രവാസി NRI ആണ്. അപ്പോൾ NRI ആണെന്നുള്ള രീതിയിലാണ് അന്ന് കല്യാണമൊക്കെ നടക്കുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് ഉമ്മ കൺസീവ് ആയി. ഞാനാണ് ഏറ്റവും മൂത്ത മോൻ. അപ്പോൾ എന്നെ കൺസീവ് ചെയ്ത സമയത്ത് ഉപ്പ നാട്ടിൽ വരുന്നുണ്ട്. പിന്നെ ബർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ വീണ്ടും തിരിച്ചു പോയി. പക്ഷേ ഉപ്പ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും അവിടുത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരിക ചെയ്തത്. ഉപ്പ എപ്പോഴും പറയും, അന്ന് ഉപ്പക്ക് അവിടെ കിട്ടിയിരുന്ന സാലറിയുടെ 1/20 ഉപ്പ ഇവിടെ ഒരു ജോലിക്ക് കയറുന്നത്. അതും ജോലി എന്താണെന്നുള്ള ക്ലാരിറ്റി പോലും ഇല്ലാതെ വന്നിട്ട് 1/20 സാലറിക്കാണ് ഇവിടെ ജോലിക്ക് കയറുന്നത്. ബട്ട് സ്റ്റിൽ ഉപ്പനെ ലൈഫിൽ എടുത്തിട്ടുള്ള
ഏറ്റവും അടിപൊളിയായിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബ്രേവ് ആയിട്ടുള്ള ഡിസിഷൻ അന്ന് ആ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതായിരുന്നു എന്ന്. അന്ന് അത് അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഉപ്പയുടെ ലൈഫിൽ ഏറ്റവും വലിയ പെയിനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമായിട്ട് അത് മാറിയനെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് പറയുമ്പോൾ ഉപ്പയുടെ സ്റ്റോറിയാണ് ഓർമ്മ വരുന്നത്. കുഡോസ് ടു യുവർ ഫാദർ. ബിക്കോസ് ഒരുപാട് ആൾക്കാർ സ്വന്തം മക്കൾ വലുതാവുന്നത് കാണാൻ കഴിയാതെ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് ഒരു ഇൻട്രാക്ഷൻ ചെയ്യാൻ കഴിയാതെ, അല്ലെങ്കിൽ സ്വന്തം പാരൻസിൻ്റെ കൂടെ ആവാൻ കഴിയാതെ, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ മാത്രമാണ്. പൈസ ഇൻ ദ സെൻസ് ഐ എം നോട്ട് ബ്ലെയിമിങ് ദ മണി, ഐ എം സെയിങ്, അതായത് പ്രശ്നം മാത്രം കണ്ടിട്ട് നമുക്ക് മിസ്സാവുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ ഒരു കേരളീയനായി ജനിച്ചത് കൊണ്ട് കിട്ടുന്ന ഒരു സൗഭാഗ്യങ്ങളെല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടിൽ നിന്നുണ്ട്. ഇവരൊക്കെ ആ ഒരു ഈസി വേ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ചെറിയൊരു രീതിയിൽ റിസ്ക്കോ കാര്യങ്ങളോ ഒക്കെ എടുക്കാൻ റെഡിയായി കഴിഞ്ഞാൽ ഐ തിങ്ക് ദേ ക്യാൻ ജെന്യുവൻലി മേക്ക് എ ലിവിങ് ഹിയർ ഇൻ അവർ പ്ലേസ്. അപ്പം നോർമലി ഇവിടുന്ന് പോകുന്നവർ, അത് ഇനിയിപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, പലപ്പോഴും പോകുന്നതിൽ മെജോറിറ്റി ആളുകളും ഞാൻ കണ്ടിട്ടുള്ളത് അവരൊരു 5 years അല്ലെങ്കിൽ ഒരു 10 years അവിടെ നിന്ന് കുറച്ച് കാശുണ്ടാക്കി തിരിച്ച് വരണം, എന്നിട്ട് ഇവിടെ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സ്വന്തമായിട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ പോവുക. പക്ഷെ പലപ്പോഴും അവർക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ട് സാധിക്കാറില്ല. അത് മേ ബി അവിടെ അവർക്കൊരു കംഫോർട്ട് സോൺ ക്രിയേറ്റ് ആയിട്ട് പിന്നെ അവരവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ബിൽഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഓർ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, പല ഫാക്ടേഴ്സ് അതിലുണ്ട്. ബട്ട് ഇതിൽ അവിടെ നിൽക്കുന്നവർ അവിടെ നിൽക്കാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരവിടെ പിടിച്ചു നിർത്തുന്ന ആ ഫാക്ടേഴ്സ് ബേസിക്കലി എന്താ? നിങ്ങളൊരു പ്രവാസിയാണ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും നിങ്ങളവിടെ പിടിച്ചു നിർത്തിയ ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ അവരവിടെ പിടിച്ചു നിർത്തുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സോഷ്യോ എക്കണോമിക്സ് എലമെൻ്റ് ഉണ്ട് ഇതിൻ്റെ. അതായത് എക്കണോമിക്കൽ എലമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, വൺസ് യു സ്റ്റാർട്ട് റിസീവ് എ സ്റ്റഡി ഇൻകം ഇറ്റ് ബിക്കംസ് വെരി ടഫ് ഫോർ യു ടു ക്വിറ്റ്. ഇപ്പം റമീസിൻ്റെ വാപ്പ എടുത്ത ഡിസിഷൻ 100-ൽ ഒരാൾ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും. നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻകം, അതും തൻ്റെ കഴിവിനെക്കാട്ടിലും കൂടുതലായിട്ടൊരു ഇൻകം വരാൻ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പം ലെറ്റ്സ് സേ റമീസിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു 1 lakh rupees റമീസിന് ഇന്ത്യയിൽ സാലറി ആണെങ്കിൽ, ഇഫ് യു ഗോ ടു ദ മിഡിൽ ഈസ്റ്റ് യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 3x to 5x. അപ്പോൾ ഒരു 5 ലക്ഷം സാലറി കിട്ടുന്ന സമയത്ത് റമീസ് വിചാരിക്കുകയാണ്, തിരിച്ച് ഞാൻ ഇന്ത്യയിൽ പോയാൽ എനിക്ക് 1 lakh സാലറി കിട്ടും. ദാറ്റ്സ് ആൻ ഇക്കണോമിക് ഡിസിഷൻ. ഞാൻ ആ വിഡിത്തം ചെയ്യണോ എന്നുള്ളതാണ് ചിന്തിക്കുക. സോഷ്യലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നാട്ടിൽ എനിക്കൊന്നും ചെയ്യാമല്ലോ, അല്ലെങ്കിൽ നാട്ടിലുള്ള എൻ്റെ പേരൻസ് ആയാലും എൻ്റെ നാട്ടുകാരായാലും ഇവരൊക്കെ എന്ത് പറയും, ഞാൻ ഇത്രയും നല്ലൊരു ജോലിയിൽ നിന്ന് വിട്ടിട്ടാണല്ലോ പോകുന്നത് എന്നുള്ള ഇങ്ങനെ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് അവരവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ ആക്ച്വലി ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഒരു പ്രശ്നമല്ലേ? അതായത് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഒരു ആൾ ഇവിടുന്ന് പ്രവാസ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അറബ് കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരുടെ വീട് മാറും, അവരുടെ വീട്ടിലെ അവസ്ഥകൾ മാറും, അവരുടെ ലൈഫ് പെട്ടെന്ന് തന്നെ ഒന്ന് ഇൻഫ്ലേറ്റ് ആവും. സോഷ്യൽ സ്റ്റാറ്റസ് കൂടും, എക്കണോമിക് സ്റ്റാറ്റസ് കൂടും, അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇൻഫ്ലേഷൻ സംഭവിക്കും. അപ്പോൾ വൺസ് ഇത് ഇൻഫ്ലേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് താഴോട്ട് പോകാൻ പറ്റില്ല. അതായത് ആ ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് പോയി കഴിഞ്ഞാൽ, സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഗ്രാഫ് മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ശരിക്കും അവിടെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഘടകമല്ലേ? ഡെഫിനറ്റ്ലി 100% നോ ഡൗട്ട് എല്ലാ പ്രവാസികളുടെ ഫാമിലിയിലും നടക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ ഒരു വീട്ടിൽ നിന്ന് ഒരു പ്രവാസിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവൻ്റെ വീട്ടിലെല്ലാ കാര്യങ്ങളും, ഈവൻ വീട്ടിൽ പോർച്ചിൽ നിർത്തിയിടുന്ന കാറ് വരെ മാറും. ഒരു നോർമൽ കാറായിരുന്ന സമയത്ത് ഒരു പ്രവാസിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാറ് മാറി, അവൻ്റെ വീടിൻ്റെ നാട്ടിലിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ വലിയ വലിയ വീടുകളൊക്കെ പ്രവാസികളാണ് ആക്ച്വലി. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു വീടുകളൊക്കെ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഈ ഓട് വീടൊക്കെ മാറിയിട്ട് ടെറസിട്ട വീടൊക്കെ വരാൻ കാരണം ഐ ഗസ് നമ്മുടെ നാട്ടിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 80s ശേഷമുള്ള GCCയിലേക്കുള്ള കുടിയേറ്റം കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, ഇതിനോടനുബന്ധിച്ചിട്ട് ഇവർക്കൊരു ചിലവും കാര്യങ്ങളും വരുന്നത് കാരണം പിന്നെ അതിലങ്ങനെ പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ്. പിന്നെ ഇതൊരു റേസായിട്ട് മാറിക്കഴിയാണ്. മറ്റുള്ളവൻ്റെ മുന്നിൽ താവാൻ വയ്യ, അവിടെ എനിക്ക് കുറവാൻ വയ്യ, കുടുംബത്തിൻ്റെ മുന്നിൽ താവാൻ, പിന്നെ ഞാനൊരു അത്താണിയാണ് എന്നുള്ള രീതിയിൽ സ്വയം അങ്ങോട്ട് കത്തിത്തീരുകയാണ്. മെഴുകുതിരിയായിട്ട് മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഴുകുതിരിയായിട്ട് ഈ പ്രവാസി സ്വയം കത്തിത്തീരുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഫാമിലീസ് ആയാലും ഇനി നിങ്ങൾ അവിടെ നിന്നോ, നിങ്ങളുടെ ബെസ്റ്റ് ഇയേഴ്സ് ഈസ് ഡൺ. ഇതൊക്കെ ഒരു ബ്രൂട്ടലായിട്ടുള്ള ട്രൂത്താണ് കേട്ടോ. എക്സ്ക്യൂസ് മീ, സെയിങ് ദിസ്.
നിങ്ങളുടെ ബെസ്റ്റ് ഇയേഴ്സ് ഈസ് നൗ ഗോൺ. ഒരു 50-ലും 60-ലും ഉള്ള ഒരു പിന്നെ പ്രഷറും ഷുഗറും ബാക്കിയുള്ള എല്ലാ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ട് നിൽക്കുന്ന ഒരാളെ നോ വൺ ഈസ് വെൽക്കമിങ് ദം. അതവർ ചിന്തിക്കുന്നത് ആ പ്രായത്തിലെത്തുമ്പോൾ മാത്രമാണ്. നേരെ മറിച്ച് അവരുടെ 30s-ലോ 40s-ലോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ഈ പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി ഒരു റിസ്ക് എടുക്കാനുള്ള എബിലിറ്റിയും കൂടി ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അറ്റ് ദ എൻഡ് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു GCC രാജ്യത്തും അവർ നമ്മളെ സ്വീകരിക്കാൻ പോകുന്നില്ല. ഇൻ ദ സെൻസ് ലൈക്ക് നമുക്കൊരു പൗരത്വം തരാനോ അല്ലെങ്കിൽ നമ്മളെ അവരുടെ രീതിയിലുള്ള ഒരാളായിട്ട് കാണാനോ ഒന്നും അവർ റെഡിയല്ല. അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഐ എം നോട്ട് ബ്ലെയിമിങ് ദം. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു പ്രവാസിയായിട്ട് നിൽക്കുന്ന ഒരാളോടാണ് ഞാൻ ഈ പറയുന്നത്. യെസ്, യു മേ ഗെറ്റ് എ ഗുഡ് സാലറി ടുഡേ, യെസ് യു ആർ എൻജോയിങ് എ ഗുഡ് ലൈഫ് ടുഡേ, ബട്ട് ദിസ് ഈസ് യുവർ കൺട്രി. ഇതാണ് നിങ്ങളുടെ രാജ്യം, നിങ്ങൾ ജനിച്ചു വളർന്ന രാജ്യമാണ്. നിങ്ങളൊരു കേരളക്കാരനായി ജനിച്ച തന്നെ ഇന്ത്യയിൽ നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. മനസ്സിലായി? ഞാൻ ഇന്ത്യയിൽ പല സംസ്ഥാനത്തിലും പോയ ആളാണ്. അപ്പോൾ നമുക്കറിയാം പല സംസ്ഥാനത്തും എങ്ങനെയാണ് അവിടുത്തെ ലൈഫ് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ നോക്കും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു മലയാളിയായി ജനിച്ച തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഇന്ന് ഒരുപാട് ബിസിനസ് സാധ്യതകളും നമ്മുടെ നാട്ടിലുണ്ട്. കുറച്ചൊക്കെ ഒന്ന് റിസ്ക്കൊക്കെ എടുക്കാൻ നമ്മൾ ആൾക്കാർ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫാമിലിയും പിന്നെ കുടുംബവും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അങ്ങനെ പോവാൻ കാണിച്ച റിസ്ക് നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചൊന്ന് സെൽഫിഷായി കഴിഞ്ഞാൽ ഐ തിങ്ക് യു ക്യാൻ മേക്ക് എ ബിസിനസ് ഓവർ ഹിയർ. മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറാൻ പറ്റും. ഇപ്പോൾ ബേസിക്കലി ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള നൈബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ ഉൾപ്പെടെ, അതുപോലെ നമ്മൾ ഇവൻറ്റ്സിലൊക്കെ പോകും. ഞാൻ UAE ഇവൻറ്റ്സിന് പോകുമ്പോൾ അല്ലെങ്കിൽ കുവൈത്തിലൊക്കെ ഒരു ഇവൻറ്റിന് പോയപ്പോൾ അവിടെ ഒരുപാട് പ്രവാസികൾ അവർ തിരിച്ച് നാട്ടിലോട്ട് വരുന്നതിൻ്റെ അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, അവരുടെ ഐഡിയകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കൂട്ടത്തിൽ അവർ വരാതിരിക്കുന്നതിൻ്റെ റീസണായിട്ട് അവർ പറയുന്ന ചില ഫിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു ഫിയർ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സൊസൈറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോസ് ഫാമിലി, ഡിസ്റ്റൻറ്റ് ഫാമിലി, നമ്മുടെ നൈബേഴ്സ്, ഫ്രണ്ട്സ്, നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അങ്ങനെ വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തുത്തരം പറയും എന്നുള്ളൊരു ഫിയർ. ആ ഫിയർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളോടുള്ളൊരു ഫിയർ ഒരു പരിധി വരെ അവരവിടെ പിടിച്ചു നിർത്താറുണ്ട്. ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ വയ്യ, അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊക്കെ ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ ഉത്തരം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഫിയർ ഒരുപാട് പേരെ അവിടെ പിടിച്ചു നിർത്തുന്നതായിട്ട് ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതൊരു പരിധി വരെ ശരിയല്ലേ? ഈ ഫിയർ അല്ലേ കുറേ പേരെ പിടിച്ചു നിർത്തുന്നത്? ഗ്രേറ്റ്, ഞാൻ പറയാം. അതായത് ഞാൻ ചിന്തിച്ചത്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, ഞാൻ അവിടെ ഒരു 40 വയസ്സ് വരെ നിന്നാലും 50 വയസ്സ് വരെ നിന്നാലും 60 വയസ്സ് വരെ നിന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ഹാവ് ടു റിട്ടേൺ ബാക്ക്. മനസ്സിലായോ? ഇതെൻ്റെ ഉള്ളിൽ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ഞാൻ അവിടെ നിൽക്കുന്ന അന്ന് മുതലുള്ളൊരു ചോദ്യചിഹ്നം. ഈവൻ ദോ ഐ മേക്ക് ഗുഡ് മണി ഹിയർ, ഈവൻ ദോ ഐ ലീഡ് എ ഗ്രേറ്റ് ലൈഫ് ഹിയർ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ വിൽ സെൻഡ് മീ ബാക്ക്. ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ്. എല്ലാ പ്രവാസികളും അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അൺലെസ് ദാറ്റ് കൺട്രി ഈസ് നോട്ട് ഗിവിങ് യു എ സിറ്റിസൺഷിപ്പ്. ഇത് ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു ഈ ഒരു കാര്യം. അപ്പോൾ നമ്മൾ നമ്മൾ അവിടെ ഓക്കെ ആണെന്ന് പറഞ്ഞാലും യു ഹാവ് ടു കം ബാക്ക് വൺ ഡേ. അപ്പോൾ ആ വൺ ഡേ കം ബാക്ക് നിങ്ങൾക്ക് 60-ാമത്തെ വയസ്സിൽ വരണോ, അതോ നിങ്ങൾക്ക് കുറച്ചൊരു ഹെൽത്തും മെൻ്റൽ റിസ്ക്കും മെൻ്റൽ റെസിസ്റ്റൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്രായത്തിൽ നിങ്ങൾ വരണോ എന്നുള്ളതായിരുന്നു ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ. ഈ 30-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഈ ഏർലി വയസ്സിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ റമീസ് നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റിയുടെ പ്രഷർ, ഫാമിലിയിലെ പ്രഷർ, ഫ്രണ്ട്സിൻ്റെ പ്രഷർ. ഇനി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സൈക്കോളജിക്കൽ വശം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും നമ്മളെ സേഫ് ആക്കാനാണ് നോക്കുന്നത്. എന്താണ് ഈ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ദ സേഫ്റ്റി? സേഫായിട്ട് ഒരാൾ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ട് ലൈഫിൽ ചെയ്തെവിടെയാണ്? സേഫായിട്ട് ചിന്തിച്ച ഒരാൾ എന്തെങ്കിലും ലൈഫിൽ എവിടെയെങ്കിലും മീനിങ്, നമുക്ക് സേഫായിട്ടുള്ള ഒരാളാണെന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് ടാറ്റ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ഇന്ന് റിലയൻസോ അല്ലെങ്കിൽ ഈവൻ ഇൻ്റർവെൽ ഉണ്ടോ? ഫ്ലേവേഴ്സ് ഓഫ് കേരള ഉണ്ടോ? വോയെ ഹോംസ് ഉണ്ടോ? അരീക്കോട് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ബാക്കിയൊക്കെ വിടും. അപ്പോൾ സേഫായിട്ട് ചിന്തിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ സേഫ് ആക്കുക എന്നുള്ളത് എല്ലാ ട്രൈബിൻ്റെയും പ്രത്യേകതയാണ്. അവരെ കൂട്ടത്തിലുള്ള ആൾക്കാർ സേഫ് ആക്കുക എന്നുള്ളത്. ഇതിൽ ഞാൻ പറയുന്നത് ഡു നോട്ട് ലിസൺ ടു സച്ച് പീപ്പിൾ. നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള ചങ്കൂറ്റം കാണിക്കണം. നിങ്ങളുടെ വരുമാനം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കില്ലാത്ത പ്രശ്നം ബാക്കിയുള്ളവർക്ക് ഉണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതിന് ചെവി കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തിരിച്ചു പിടിക്കുക. ഡു സംതിങ് യുവർ ഓൺ.
നിങ്ങൾക്ക് ഇനിയിപ്പം ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, നിങ്ങൾക്കൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട്. ബാംഗ്ലൂരും പിന്നെ ഡൽഹിയിലും ഹൈദരാബാദിലും കൊൽക്കത്തയിലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 30-50 അടിയുള്ള സാലറി ഒക്കെ ഇവിടെ കിട്ടാണ്ട് അവർ അവിടെ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്താൽ ഇവിടെയും കിട്ടും. പക്ഷേ എന്തോ അത് ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്നൊരു ജോലിക്കാരനായിട്ടാണല്ലോ ഞാൻ വന്നത്. ഞാൻ 12,000 രൂപ സാലറിക്കും 18,000 രൂപ സാലറിക്കും ഇവിടെ വർക്ക് ചെയ്ത ആളാണ്. ഗൾഫ് വിട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്കില്ലായിരുന്നു സോഷ്യൽ പ്രഷർ. ഐ ഹാഡ് എ ലോട്ട് ഓഫ് സോഷ്യൽ പ്രഷർ. ഞാൻ വളരെ നല്ല രീതിയിൽ അവിടെ നിന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ അതിനെ വകവെച്ചില്ല എന്നുള്ളതാണ്. എത്ര വർഷങ്ങൾ അവിടെ നിന്ന്? ഞാൻ അവിടെ സൗദിയിൽ ഞാൻ 8 വർഷം നിന്നിട്ടുണ്ട്. 8 വർഷം സൗദിയിൽ വന്നിട്ടുണ്ട്. ഒരു 6 മാസത്തോളം ഞാൻ ദുബായിൽ നിന്നിട്ടുണ്ട്. സൗദിയിൽ നിന്ന് ഞാൻ വന്നു. ഞാൻ നേരെ വന്നുകൊണ്ട് ഞാൻ എല്ലാം അതിജീവിച്ച ആളല്ല, അങ്ങനെയല്ല എന്നെ മനസ്സിലാക്കേണ്ടത്. സൗദിയിൽ നിന്ന് ഞാൻ വന്നു. സൗദിയിൽ നിന്ന് വന്ന സമയത്ത് കുറച്ച് കാലം ഞാനിവിടെ മേ ബി ഒരു 3 മന്ത് ഞാനിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടന്നതിന് ശേഷം എനിക്ക് തോന്നി ഓക്കെ എനിക്കിത് കഴിയില്ല. കാരണം ഓൾറെഡി ഈ പറഞ്ഞതുപോലെ പല ആൾക്കാരും നമ്മളെ ആ ഒരു ലേബൽ ചെയ്തിട്ടുണ്ട്, ഗൾഫുകാരനാണ്. പ്ലസ് നമ്മളോട് ഈ അഡ്വൈസാണ് എല്ലാവരും തരുന്നത്, പോയിക്കോ ഓൾറെഡി സൗദിയിൽ നിന്ന് പരിചയം ഉണ്ടല്ലോ, ഒന്ന് ദുബായിക്ക് പോയോക്ക് അല്ലെങ്കിൽ ഒന്ന് ഖത്തർക്ക് പോയോക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാരും നമ്മളെ പിന്നെ ഒരു പ്രാവശ്യം ഗൾഫ് പോയ അയാളെ പിന്നെ ഒരു ഗൾഫുകാരനായിട്ടാണ് കാണുന്നത്. നീ ഇവിടെ നിന്നോ ഇവിടെ എന്തെങ്കിലും ചെയ്യാന്നുള്ള വർത്താനം ഒരാളും പറയില്ല. ഐ തിങ്ക് വെരി ഫ്യൂ പീപ്പിൾ സേ ദാറ്റ്. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോകാനുണ്ടായത്. ദുബായിൽ പോയി ഞാൻ അവിടെ 6 മാസം നിന്നു. പിന്നെ അപ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എൻഡിലേക്കാണ് എനിക്ക് എൻ്റെ പ്രവാസം എടുക്കുന്നത്. അതായത് ഞാൻ ജിദ്ദയിലാണെങ്കിലും ഐ തിങ്ക് ഫസ്റ്റ് 3-4-5 ഇയേഴ്സ് ഐ വാസ് ഓക്കെ. എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പീരീഡായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് മടുക്കാൻ തുടങ്ങി. നമ്മുടെ നാടിൻ്റെ ഈ പറഞ്ഞതുപോലെ നദികളും പുഴകളും പിന്നെ വയലോരങ്ങളും ഇതൊന്നും ഒരു രാജ്യത്ത് ചെന്നാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എസ്പെഷ്യലി നമ്മുടെ റൂട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ദുബായിൽ പോയി. ഞാൻ ദുബായിൽ ഒരു 6 മാസമൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് ഞാൻ പോന്നു. അവിടെ നിന്ന് പോകുന്ന സമയത്ത് പിന്നെ ഞാൻ എടുത്ത ഡിസിഷനാണ് ഏറ്റവും വലിയ ഡിസിഷൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പാസ്പോർട്ട് ലൈറ്റർ ഇങ്ങനെ കത്തിക്കാൻ നിന്ന മനുഷ്യനെ ഇനി ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ തായ്ലൻഡ് പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഡിസിഷൻ മാറ്റി വെച്ചത്. റീസെൻ്റ്ലി ഞാൻ തായ്ലൻഡ് പോവുകയും ചെയ്ത്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആഫ്റ്റർ ദീസ് അറബ് കൺട്രീസ് അല്ലാതെ അത് തന്നെ. അങ്ങനെ ഞാൻ നാട്ടിൽ ജോലിക്ക് കയറുകയാണ്. ഫസ്റ്റ് ജോലി ഏകദേശം വയസ്സ് 30 ഉണ്ടാവും. യാ കറക്റ്റ് 2020 അത്. അങ്ങനെ ഞാൻ ഒരു 12,000 രൂപയുടെ ജോലിക്ക് ഞാൻ ശമ്പളത്തിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി 12,000 രൂപയ്ക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അത് ചെയ്യാൻ കഴിഞ്ഞ് 18,000 രൂപയുടെ ജോലിക്ക് പോയി. അപ്പോൾ തന്നെ നമുക്ക് 2 മക്കളുമായി, ഇതും പോരാ എന്നുള്ള മനസ്സിലായി. പിന്നെ അവിടുന്ന് നല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫയറിങ്ങും കിട്ടി. സാലറി കൂട്ടി ചോദിച്ചതിന് ഇവിടെ കഴിയില്ല, നാളെ മുതൽ പണിക്ക് വരണ്ട എന്നുള്ള രീതിയിൽ. അതായിരുന്നു ടേണിംഗ് പോയിന്റ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുക ഏത് ജോലിയാണെങ്കിലും ഇത്രയ്ക്കേ ഉള്ളൂ. ഒരു മുതലാളി നമ്മളെ വേണ്ടാന്ന് പറയുന്നിടത്തോ അല്ലെങ്കിൽ നമ്മളെ സ്വഭാവം ഇഷ്ടപ്പെടാത്ത ഒരാളോ നമ്മൾ പോടാന്ന് പറഞ്ഞാൽ പോകേണ്ടി വരും. അത് ഗൾഫിലായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പം ഞാൻ മാറി ചിന്തിച്ചു. അതാണ് എൻ്റെ ഒരു ബിസിനസ് രീതിയിലേക്ക് ഞാൻ വരാനുള്ളത്. ഐ ഹാവ് ടു ഡു സംതിങ് മൈ ഓൺ എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വരാൻ കാരണം. അപ്പോൾ ഇതാണ് ശരിക്കും ലക്ഷക്കണക്കിന് വരുന്ന മലയാളി പ്രവാസികളുടെ ഒരു ടിപ്പിക്കൽ സ്റ്റോറി എന്ന് പറയുന്നത്. എല്ലാവരും ഇങ്ങനെ ഞാൻ ഇങ്ങനെ വരുന്നതിന് ഞാൻ എൻ്റെ ഒരു പിന്നെ 30-ാമത്തെ അല്ലെങ്കിൽ ഒരു ലേറ്റ് 20s ഏർലി 30s വരുന്നതിന് പകരം നോർമലി പ്രവാസികൾ വരുന്നത് 60s. ദാറ്റ്സ് ദ ഡേഞ്ചർ തിങ്. എനിക്കിവിടെ റിസ്ക് എടുക്കാൻ കഴിയുന്നത് ഞാൻ എൻ്റെ ഈ ഏജിലായതുകൊണ്ടാണ്. എനിക്ക് സൊസൈറ്റിയെ ഡിഫൈ ചെയ്യാൻ പറ്റിയതും ഞാൻ ഈ ഏജിലായതുകൊണ്ടാണ്. ഐ ഡോണ്ട് കെയർ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് വി ആർ സ്റ്റിൽ ഇൻ അവർ സ്റ്റിൽ. മനസ്സിലായോ? ഇനിയിപ്പോൾ ഒന്നും നടന്നിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞതുപോലെ മുംബൈയിലേക്കോ കൊൽക്കത്തയിലേക്കോ ഡൽഹിയിലേക്കോ ഒക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സോഷ്യലി ഉള്ള ഫാക്ടേഴ്സിലാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തത്. ഇനി സോഷ്യലിനെ പോലെ തന്നെ മേ ബി സോഷ്യലിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും എക്കണോമിക് ഫാക്ടേഴ്സ്. അതായത് അവരവരുടെ ഫിനാൻസിന്, അവരുടെ പേഴ്സണൽ ഫിനാൻസ് ആവട്ടെ അതോ ഇനി വരുന്ന ബിസിനസ് ഫിനാൻസ് ആവട്ടെ, അവരുടെ പേഴ്സണൽ ഫിനാൻസിന് അവർ എങ്ങനെ മാനേജ് ചെയ്യണം, അതാണ് അടുത്ത പേഴ്സ്പെക്റ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പ്രവാസ ലോകത്ത് നിന്ന് നിർത്തിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെന്നിട്ട് ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് പോയിന്റ്. കാരണം പ്രവാസികളെ പൈസ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് നമ്മുടെ മാവുമ്മലൊക്കെ പിന്നെ ഇതുണ്ടാവും, ഇത്തിൾ കണ്ണി എന്ന് പറഞ്ഞാൽ അല്ലേ, ഇത്തിൾ നല്ലതിന് പോലെ. ഈ സാധനം എങ്ങനെ ജീവിക്കുന്ന ഇത്തിൾ ജീവിക്കുന്ന ഈ മാവ് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഫലഭൂയിഷ്ടമായിട്ടുള്ള ധാതുക്കളും ലവണങ്ങളും
മാവിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരാണ് വലിച്ചെടുക്കുന്നത്. ഈ മാവ് കഷ്ടപ്പെട്ടിട്ട് വലിച്ചെടുക്കുന്ന സാധനത്തിന് ഈ ഇത്തിൾ കണ്ണികൾ, അങ്ങനെയാണ് അവർ വളരുന്നത്. അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സോ നെവർ ഗീവ് യുവർ മണി ടു സച്ച് പീപ്പിൾ. ആർക്കും കൊടുക്കാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും റിസ്ക് എടുക്കൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്ലാൻ മനസ്സിലുണ്ടാക്കുക. ഇപ്പോൾ യങ് ആയിട്ടുള്ള ആളാണെങ്കിലും ഓൾഡ് ആയിട്ടുള്ള ആളാണെങ്കിലും മേ ബി ഒരു 5 year പ്ലാൻ അല്ലെങ്കിൽ ഒരു 3 year പ്ലാൻ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുക, നിങ്ങൾ ജോലിയിലുള്ള സമയത്ത് തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കയ്യിൽ കുറച്ചൊരു ക്യാഷ് വേണം, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി സോ ടഫ് ഫോർ യു. ഒരു 5 lakh ഒക്കെ കയ്യിലാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് എനി വൺ ക്യാൻ സ്റ്റാർട്ട് എ ജെനുവിൻ ബിസിനസ് ഇൻ ഇന്ത്യ. ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് വിചാരിക്കുന്നത് എന്തോ വലിയ ബാലി കയറാൻ മലയാണ് എന്നുള്ളതാണ്. ഇൻഫാക്റ്റ് ഒരാൾ ജോലിയിൽ നല്ല ഒരാളാണെന്നുണ്ടെങ്കിൽ അവന് ബിസിനസ്സിലും നല്ലതാവാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ജെന്യുവിൻലി ബിലീവ് ചെയ്യുന്നത്. റമീസിന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു മുതലാളി ഒരു തൊഴിലാളിക്ക് ഒരു ശമ്പളം വെറുതെ കൊടുക്കും എന്നുള്ളത്? ബിക്കോസ് ഹീ ഈസ് ജെന്യുവിൻലി ഗുഡ് അറ്റ് ദാറ്റ് ജോബ്, ദാറ്റ്സ് വൈ ഹീ ഈസ് ഗെറ്റിംഗ് എ സാലറി. എസ്പെഷ്യലി നമ്മളെ മലയാളികൾക്കൊക്കെ അവിടെ നല്ല പേരാണ് ജോലി ചെയ്യുന്ന മലയാളികൾക്കൊക്കെ. അവരെ വിശ്വസിക്കാൻ പറ്റും, അവർ പങ്ക്ച്വലാണ്, അവർ വേണ്ടാത്തരം കാണിക്കൂല, ഡെഡിക്കേറ്റഡ് ആണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യൂ, സ്വയം യൂസ് ചെയ്യൂ. അപ്പോൾ ഇതുപോലത്തെ തെറ്റിദ്ധാരണകൾ ശരിക്കൊരു റീസൺ ആണല്ലേ? അതായത് അവിടെ ഇപ്പം സ്വാഭാവികമായിട്ട് അറബ് കൺട്രീസിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മേ ബി അവർ ആലോചിക്കുന്നത് ഒരു 25,000 ദിർഹം അല്ലെങ്കിൽ ഒരു 50,000 ദിർഹം ആയിരിക്കും അവർക്ക് ക്യാപിറ്റലൊക്കെ ആയിട്ട് വേണ്ടി വരിക. പക്ഷേ മേ ബി നമുക്ക് ഇന്ത്യയിൽ ഇന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ട് ഇന്നൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ചെറിയൊരു സംരംഭം തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു D2C ബ്രാൻഡ്, അല്ലെങ്കിൽ ഒരു ആമസോണിലൊരു സ്റ്റോർ തുടങ്ങാൻ, പല ഇൻഡസ്ട്രിയിലും ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ടെക് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മളൊരു സാസ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാനൊന്നും നമുക്ക് ഇത്രയും ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. ഒരു 5 lakhs 10 lakhs അല്ലെങ്കിൽ ഒരു 25 lakhs ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് തന്നെ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഗ്രാൻഡ്സ് ആയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ടും ഏഞ്ചൽ ഫണ്ടിങ് ആയിട്ടൊക്കെ. അതല്ലാതെ നമ്മൾ ഓൺ മണി എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങാനും വേണ്ടിയിട്ട് സാധിക്കും. അത് ഇനി സ്കെയിലബിൾ ബിസിനസ് ആവണമെന്നില്ല, നമുക്ക് ട്രഡീഷണൽ ബിസിനസ് തുടങ്ങാൻ പോലും സാധിക്കും. ഇനി ഹൈലി സ്കെയിലബിൾ ആവുന്ന മേ ബി നാളെ ഒരു 100 crore 1000 crore ഒക്കെ വാല്യുവേഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സ്റ്റാർട്ടപ്സ് തുടങ്ങാൻ മേ ബി നമുക്ക് അത്രയും മതി, ഒരു 5 ലക്ഷം 10 ലക്ഷം മതി. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ മേ ബി ഒരു എൻട്രി ബാരിയർ ആയിട്ട് പലരുടെയും മനസ്സിലുണ്ടാവും എന്നുള്ളത് ഒരു ശരി തന്നെയാണ്. ഒരു 5 to 10 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു ആർ ബെറ്റർ ദാൻ 80% ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ. ഒരു 5 to 10 lakh 5 to 10 lakh നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ യു ആർ ബെറ്റർ ദാൻ മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നാട്ടിൽ വന്നിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇവിടെ ആർക്കും പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ആ ബിസിനസ് പൂട്ടിച്ച് ഈ ബിസിനസ് പൂട്ടിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കി ആ ഉദ്യോഗസ്ഥർ. ഇപ്പം അതൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ആസ് ഫാർ ആസ് ഐ നോ, ഞാൻ 2021 ബിസിനസ് തുടങ്ങിയ ആളാണ്. സോ ഫാർ എനിക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. സോ ഐ ക്യാൻ സേ ഇറ്റ് ഫ്രം മൈ എക്സ്പീരിയൻസ്. നമ്മൾ പ്രവാസികളായിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് നമ്മൾ കേരളത്തിനെ നോക്കിക്കാണുന്നത് വേറെ രീതിയിലാണ്. ഞാനിപ്പോൾ അവിടെ പോയിട്ട് ചെയ്താൽ ആ പാർട്ടി പ്രശ്നമാക്കുമോ ഈ പാർട്ടി പ്രശ്നമാക്കുമോ, അവർ വന്നിട്ട് ഇങ്ങനെ. ഇതൊന്നും ഇപ്പം നമ്മുടെ കേരള സൊസൈറ്റിയിൽ ഇതൊന്നുമില്ല. സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് പിന്നെ സൊസൈറ്റിനെ അഡ്വാൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം, ചെറിയ പ്രശ്നം എവിടെ ഉണ്ടായി കഴിഞ്ഞാലും അതൊക്കെ ടാറ്റു അടിച്ചതുപോലെ ആ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ആ നേതാവിൻ്റെയോ ഒക്കെ മേൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരും. സോ എല്ലാവരും ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലായിട്ടുണ്ട് കേരളം. റമീസ് ഇതിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന ആളാണെന്ന്. അപ്പം മേ ബി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊരു ആക്ഷണബിൾ സ്റ്റെപ്പായിട്ട് പറയാൻ തോന്നുന്നു. കാരണം നമ്മുടെ ഓഡിയൻസിന് നമ്മൾ സ്റ്റോറി പറഞ്ഞാൽ മാത്രം പോരില്ല, അവർക്ക് അതൊരു ആക്ഷണബിൾ സ്റ്റെപ്പായിട്ട് ഒരു അഡ്വൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതും. അപ്പോൾ ആക്ഷണബിൾ സ്റ്റെപ്പായിട്ട് പറയുകയാണെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ന് റിട്ടേൺ ആവും എന്നുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എല്ലാം ആയതിനു ശേഷം, ഒരു ക്യാപിറ്റൽ ആയതിനു ശേഷം റിട്ടേൺ ആവാം അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവാം എന്ന് വിചാരിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മളൊരു ഡെഡ് ലൈൻ കാണും. ഇപ്പം ഇന്ന് 2026 ജൂലൈ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ തീരുമാനം എടുക്കുന്ന ഒരാളാണെങ്കിൽ 2030 ജനുവരി അല്ലെങ്കിൽ 2035 ജൂലൈ ആണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നുള്ള ആ ഒരു ഡേറ്റ്, ആ ഒരു എൻഡ് ഡേറ്റ്, ഇതാണ് എൻ്റെ അവസാനത്തെ ദിവസം ഈ അറബ് കൺട്രിയിലെ അല്ലെങ്കിൽ ഈ പ്രവാസ ജീവിതത്തിലെ എൻ്റെ അവസാന ദിവസം ഇന്നതാണ് എന്നുള്ള ആ ഒരു എൻഡ് ഡേറ്റ് കിട്ടിയിട്ട് അതിൽ നിന്ന് റിവേഴ്സ് പ്ലാൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. അതായത് നമ്മൾ 2030 ജനുവരി ആണ് നമ്മളെ ലാസ്റ്റ് നമ്മൾ നാട്ടിലോട്ട് പോരാൻ ഉദ്ദേശിക്കുന്ന അവിടെ താമസിക്കുന്ന അവസാനത്തെ ദിവസം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങോട്ട് ഇനി എത്ര വർഷമുണ്ട്? 3 വർഷം. അപ്പോൾ ഈ 3 വർഷം എങ്ങനെ പ്ലാൻ ചെയ്യാം? അവസാനത്തെ ഒരു 1 year എങ്ങനെ പ്ലാൻ ചെയ്യാം?
അതിൽ ഓരോ ഇയറിലും നമ്മൾ അച്ചീവ് ചെയ്യേണ്ട എക്കണോമിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്, സോഷ്യൽ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, റിലേഷണൽ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, അതുപോലത്തെ നമ്മൾ നോളജ് ബേസിൽ നമ്മൾ അക്വയർ ചെയ്യേണ്ട നോളജുകൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഇട്ടിട്ട് ആ എൻഡ് ഡേറ്റിൽ നിന്നും റിവേഴ്സിലേക്ക് എഞ്ചിനീയർ ചെയ്യണം എന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഫിനാൻസ് മാനേജ് ചെയ്യുന്നു, അതായത് നമ്മൾ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. അതായത് നമുക്ക് നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എത്ര ഫണ്ട് വേണ്ടി വരും, നമ്മുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, നമ്മുടെ കുട്ടികൾ അടുത്തൊരു 10 വർഷത്തേക്ക് അവരുടെ ഫിനാൻസിലേക്ക് എത്ര നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും, അപ്പോൾ ഫാമിലിയിലേക്കുള്ള നമ്മുടെ എക്സ്പെൻസസ് എന്തൊക്കെയാണ്, ഇനി നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിലേക്കുള്ള എക്സ്പെൻസസ് എന്തൊക്കെയാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മളൊരു ഫണ്ട് പ്ലാൻ ചെയ്യുകയും ആ ഫണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മുടെ ഈ ഡെയിലി എക്സ്പെൻസസിലേക്ക് പോകും, നമ്മുടെ ഫാമിലി എക്സ്പെൻസസിലേക്ക് പോകും, പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസസിലേക്ക് എത്ര പോകും, ബിസിനസ്സിലേക്ക് എത്ര പോകും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു ലാസ്റ്റ് അതൊരു എമൗണ്ടിലേക്ക് എത്തുകയും ആ എമൗണ്ട് നമുക്ക് നെക്സ്റ്റ് 3 ഇയേഴ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഇവിടുന്ന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സേവിങ്സ് പ്ലാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേ എന്ന് തോന്നുന്നു, അല്ലേ? ശരിയല്ലേ? ഇറ്റ് വുഡ് റിയലി ഹെൽപ്പ്. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു സർപ്രൈസ് അവർക്ക് കാണില്ല. ബിസിനസ് ഈസ് ഓൾവേസ് സർപ്രൈസ്. കാരണം ചിലപ്പോൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. ഇങ്ങനെ ചെയ്യാനുള്ള മടി കൊണ്ടാണ് പല ആൾക്കാരും ബിസിനസ് ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ റമീസ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇപ്പോൾ റമീസ് പറഞ്ഞത്. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മോർ ഓർ ലെസ് നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള മടി കൊണ്ടാണ് ബിസിനസ് എനിക്ക് പറ്റിയ പണിയില്ല എന്ന് പല ആൾക്കാരും ചെയ്യുന്നത്. അപ്പം ഇനി ഇതിൻ്റെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നോ ഡൗട്ട് ഇറ്റ് വിൽ ബി എ മച്ച് ബെറ്റർ തിങ്. ഇനി ഇതിൻ്റെ വേറൊരു റിയാലിറ്റിയിലേക്ക് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഗൾഫിൽ നമ്മുടെ മലയാളികൾ തന്നെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് മന്തിക്കടകളായിട്ടും, ഗൾഫിലെ മന്തിക്കടകൾ കേട്ടോ, റെസ്റ്റോറൻറ്റ്സ് ആയിട്ടും ബക്കാലകളായിട്ടും. ബക്കാല എന്ന് നമ്മൾ സൗദിയിൽ പറയുമ്പം അത് UAE ഗ്രോസറി സ്റ്റോർസ് ആയിട്ടും ബൂഫിയകളായിട്ടും നമ്മളെ മലയാളികൾ നല്ല ഓൺടർപ്രണേഴ്സ് ആയിട്ടുണ്ട്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ബട്ട് അവിടെ ഉണ്ടാക്കിയ സക്സസ് ഫോർ സം റീസൺ ദേ ആർ നോട്ട് ഏബിൾ ടു റെപ്ലിക്കേറ്റ് ഹിയർ. പിന്നെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്ക് മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവർ ജിദ്ദയിലോ ദുബായിലോ റിയാദിലോ ദമാമിലോ ഒക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ അബുദാബിയിലൊക്കെ ഇരുന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു മലയാളി അവരുടെ നാടിനെ കമ്പയർ ചെയ്യുന്നത് ഒരു മെട്രോ സിറ്റിയിലേക്കാണ്. കേരള ഈസ് നോട്ട് എ മെട്രോ സിറ്റി. കേരളം എന്ന് പറഞ്ഞാൽ ഒരു 500 കിലോമീറ്റർ ലെങ്ത്തിലുള്ള ഒരു വലിയൊരു സിറ്റിയാണ്. എല്ലാവരും കൂടിയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പോപ്പുലേഷനുള്ള ഒരു സ്ഥലമല്ല. മേ ബി കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം, കോഴിക്കോട് അങ്ങനെ ഉണ്ടാവാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് കേരള ഒരു വലിയൊരു നീളത്തിലുള്ളൊരു സിറ്റിയാണെന്നുള്ളതാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ കേരളത്തിന് എന്ത് പറ്റും? നിങ്ങൾ അവിടെ ചെയ്യുന്ന ബൂഫിയോ ബഗാലയോ ചിലപ്പോൾ ഇവിടെ വർക്ക് ചെയ്തെന്ന് വരില്ല. അപ്പം വാട്ട് ഐ ക്യാൻ ഡു സംതിങ് ഡിഫറെൻറ്റ്. കേരളത്തിലെ ആൾക്കാർക്ക് എന്താണ് വേണ്ടത്, കേരളത്തിലെ ആൾക്കാരെ പൈസ എവിടെയാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ട് സ്മോൾ സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പിന്നെ വലുതാക്കാം ഇവർക്കൊക്കെ. കാരണം അവിടെ വെള്ളക്കമ്പനി മലയാളികളതാണ്. ജിദ്ദയിൽ ഞാൻ അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വെള്ളക്കമ്പനി മലയാളികളതാണ്, പ്രിൻറ്റിങ് പ്രസ്സുകൾ മലയാളികളതാണ്, ബൂഫിയകൾ, ബക്കാലകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മലയാളികൾ അവിടെ ചെയ്യുന്നത്. എന്നാൽ അവരവിടെ ഹാപ്പി അല്ല എന്നുള്ളതാണ്. വൈ? ഹാപ്പിനെസ് നാട്ടിലാണ്. അതുകൊണ്ടാണ് മുതലാളിമാർ 3 മാസം കൂടുമ്പോൾ നാട്ടിൽ വരുന്നത്. മുതലാളിമാർ 3 മാസം കൂടുമ്പോൾ നാട്ടിൽ വരും. അവിടെ എത്ര വലിയ GMC ആയിട്ടും കാര്യമില്ല, അവിടെ എത്ര വലിയ ലാൻഡ് ക്രൂസർ ആയിട്ടും കാര്യമില്ല. ഇവിടെ നാട്ടിലുള്ള ഫോർച്യൂണർ ഓട്ടാനാണ് അവർക്ക് താല്പര്യം. കാരണം അവിടെ ഹാപ്പിനെസ് നാട്ടിലാണ്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും അവിടെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയുടെ മേലെ വാള് തൂങ്ങിക്കിടക്കുകയാണ് ഏത് പ്രവാസി ബിസിനസ്മാൻ്റെ മേലും. യു നോ വൈ? ബിക്കോസ് ദ ലോ ഓഫ് ദ ലാൻഡ് കുഡ് ചേഞ്ച് അറ്റ് എനി ടൈം. ഇന്ത്യയിൽ നിങ്ങളെ ബിസിനസ്സിന് നിങ്ങളൊരാൾക്ക് പുറത്താക്കാൻ കഴിയില്ല. അത് നമ്മുടെ പ്രവാസികൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിങ്ങളെ ഒരാൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞാണ്ട് നിങ്ങളെ വേറെ രാജ്യത്തേക്ക് നാട് കടത്താൻ പറ്റില്ല. ദിസ് ഈസ് യുവർ കൺട്രി. നിങ്ങളിവിടെ ലീഗലായിട്ട് ഒരു കാര്യങ്ങൾ വളരെ ലീഗൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ ബിസിനസ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചെയ്യാൻ വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അങ്ങോട്ടും ചെയ്യാൻ പറ്റും ഇവിടെ നിന്നുകൊണ്ട്. പക്ഷെ അവിടെ എപ്പോഴും നിങ്ങളൊരു സെക്കൻഡ് ക്ലാസ് ആളാണ്.
ആ രാജ്യത്തെ പ്രിഫേർഡ് ആളല്ല നിങ്ങൾ. പല രാജ്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനിത് ഒരു രാജ്യത്തെ അങ്ങനെ പറയുന്നതല്ല, ഞാനിതിൻ്റെ റിയാലിറ്റി പറയുന്നത്. ഐ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഹെയ്റ്റ് ഫോർ ദിസ്. അവിടെ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ കിട്ടും, പക്ഷെ നിങ്ങളുടെ ഉള്ളിലും ഒരു പേടിയുണ്ടാവും, നാളെ ഇവിടുത്തെ രാജ്യം, നാളെ ഇവിടുത്തെ റൂളിംഗ് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് എന്താവും എന്നുള്ളത്. അതായത് അവിടെ സർവേ ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും മാത്രം പോരാ, ഭാഗ്യവും കൂടി വേണം. എൻ്റെ മുന്നിൽ ഒരുപാട് ബിസിനസ്സുകൾ, ഞാൻ അറിയുന്ന ബിസിനസ്സുകളുണ്ട്. വെള്ള കമ്പനിയൊക്കെ വലിയ രീതിയിൽ സെറ്റ് ചെയ്ത് കണ്ടുള്ള മലയാളികൾ ഒരു ദിവസം എണീറ്റ് നോക്കുമ്പോൾ അവരുടെ ബിസിനസ് കഫീൽ പിടിച്ചെടുത്ത് എത്രേ. എന്താണ് ഈ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞ സംഗതി? നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഒട്ടോമൻ എംപയറിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് മറ്റേ എംപയറിൻ്റെ ആൾക്കാരെ പിടിച്ചെടുത്തു, ആ രാജ്യം അവർ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ പോലെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ 10-20 വർഷം നമ്മൾ ബിൽഡ് ചെയ്ത ബിസിനസ് ഇല്ല. വൈ? അത് കഫീൽ പിടിച്ചെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഗതി, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഗതി, അറ്റ്ലീസ്റ്റ് യു ഗെറ്റ് സോഷ്യൽ സപ്പോർട്ട്. At least on the minimum side, on the very minimum side, you get the social support. അവിടെ ആരത് അറിയുന്ന പോലും ഇല്ല. നമുക്കിവിടെ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ പരിപാടി. നാച്ചുറൽ ജസ്റ്റിസ്, കറക്റ്റ്. റമീസ് ഒരു ലോയറാണ്, അതുകൊണ്ട് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്കൊരു സെക്യൂരിറ്റിയും കൂടിയാണ്. അവൻ അന്യായം ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് ചോദിക്കാം, എൻ്റെ കൂടെയുള്ളവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് കണ്ടു നിൽക്കുന്ന മൂന്നാമതൊരാൾക്കും ചോദിക്കാം. കറക്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അൺസെർട്ടനിറ്റീസ് അവിടെ ഉണ്ടായിട്ടും നിങ്ങൾ കണക്കൂട്ടുന്നത് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇൻ ദ സെൻസ് മോസ്റ്റ് ഓഫ് ദ പ്രവാസീസ്, ഐ വാണ്ട് യു ഗൈസ് ടു കം ഹിയർ ആൻഡ് സ്റ്റാർട്ട് സംതിങ് യുവർ ഓൺ. ഇറ്റ് വോണ്ട് ബി എ വാക്ക് ഇൻ ദ പാർക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വലിയ ബിസിനസ്സുകാരായിട്ട് മാറുമായിരുന്നു. അങ്ങനെയല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു സ്റ്റാർട്ട് സംതിങ് ഹിയർ ദാൻ യുനോ ലൈക്ക് അവിടെയൊക്കെ പോയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഈസിയാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ പ്രഷർ ഉണ്ടാവും. അത് താങ്ങാനുള്ള ഒരു മെച്യൂരിറ്റി, ഒരു മെൻ്റൽ കപ്പാസിറ്റി ഒക്കെ നിങ്ങൾ വളർത്തിയെടുക്കണം. അവിടെ മാത്രമാണ് നിങ്ങൾ എക്സൽ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു എൻട്രി ബാരിയർ ഉള്ളത് ഈ ഒരു നോളജ് തന്നെയാണ്. അതായത് ഒരു പ്രവാസിയെ സംബന്ധിച്ച് അവർക്ക് അവിടുത്തെ മാർക്കറ്റ്, ഇപ്പോൾ GCCയിലുള്ള അറബ് കൺട്രീസിലുള്ള മാർക്കറ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാവും. അവിടെ റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റൊക്കെ റൺ ചെയ്തവർക്ക് അവിടെ നോളജ് ഉണ്ടാവും, അവിടുത്തെ മാർക്കറ്റ് അറിയാം. പക്ഷേ അവിടെ നിന്ന് ആ നോളജും വെച്ച് ഇവിടെ വരുമ്പോൾ മേ ബി അത് അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ മാർക്കറ്റ് ഡിഫറെൻ്റ് ആണ്, ഇവിടുത്തെ ഡൈനാമിക്സ് ഡിഫറെൻ്റ് ആണ്, ഇവിടുത്തെ യൂണിറ്റ് എക്കണോമിക്സ് വരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ നോളജ് വെച്ചിട്ട് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഇതൊരു എൻട്രി ബാരിയർ ആണ്. അതായത് അവിടെയുള്ള ആളുകൾക്ക് അവിടെ നിർത്തി തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ഒരു ബാരിയറായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ ബാരിയറിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ മേ ബി എനിക്ക് തോന്നുന്നത് ഈ മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അതായത് അവിടുന്ന് നിർത്തി ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ എന്താണ് നാട്ടിലേക്ക് വരുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്യുകയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ അവിടെ നിന്നുകൊണ്ട് ഒരു 0 to 1 ലേണിംഗ് ഇവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് നടത്തുകയും ഇവിടുത്തെ മാർക്കറ്റ് നന്നായിട്ട് പഠിക്കുകയും വേണം അവിടെ നിന്നുകൊണ്ട് തന്നെ. എന്നിട്ട് വേണം ഇവിടെ വന്നിട്ട് മേ ബി ആ ഒരു ടൈം ഇവിടെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നെറ്റ്വർക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് കുറേ ഉണ്ട്. ഇപ്പം മലയാളി ഡയസ്പോറ നമ്മൾ GCCയിൽ ബിൽഡ് ചെയ്ത ബിസിനസ്സുകളെ കുറിച്ച് നോക്കുമ്പോൾ അതിൽ നെറ്റ്വർക്ക് എഫക്റ്റ് നമുക്ക് വളരെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പം മേ ബി അവിടെ ബിസിനസ് ചെയ്യുമ്പം അവിടുത്തെ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ അത്ര നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതും അവർക്കൊരു ചാലഞ്ചായിരിക്കും, മേ ബി അവർക്കൊരു ഫിയർ ആയിട്ടുണ്ടാവും. അപ്പം മേ ബി എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി ഒരു ആക്ഷനബിൾ സ്റ്റെപ്പ് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്മുടെ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അത് അവിടുന്ന് എക്സിറ്റായി നാട്ടിൽ വന്ന് അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിന് വേണ്ടത്തക്ക രീതിയിൽ നമ്മളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് മേ ബി കുറച്ച് എക്സ്ട്രാ ടൈമും എഫേർട്ടും എടുക്കണം തോന്നുന്നു. കാരണം ആ നെറ്റ്വർക്കും നമുക്കിവിടെ ബിസിനസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അതുപോലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ വരേണ്ടതില്ല, നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള 2 പ്രാക്ടിക്കൽ മെത്തേഡ് വേ എനിക്ക് തോന്നുന്നു ഈ ഫിയർ അല്ലെങ്കിൽ ഈ ഒരു ബാരിയർ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അത് മച്ച് ബെറ്റർ ആയിട്ടൊരു ആൾട്ടർനേറ്റീവാണ്. അതായത് അവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ മാർക്കറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല. ഇതേപോലെ ഒരു ഓൾറെഡി ഇങ്ങനെയുള്ള ഓണ്ടർപ്രണേഴ്സിനെ അത് പറ്റുള്ളൂ, ഇങ്ങനെ ഈ ഒരു ക്യാപിറ്റലൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ. നല്ല കാര്യമാണ്. പിന്നെ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇവിടെ നാട്ടിൽ എന്താണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്, ഒരു ലോങ് ടേം ബിസിനസ് ചെയ്യാൻ ഏതാ നല്ലത്, ഏത് ഇൻഡസ്ട്രിയാണ് നല്ലത് എന്നൊക്കെ ചിന്തിക്കാൻ ഇങ്ങനെ ഒരു പിന്നെ ക്യാപിറ്റൽ റിസോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാൻ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് നിർത്തി വരുന്ന ഒരാൾക്ക്, അതായത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വരുന്ന ഒരാൾക്ക് മൈൻഡിലേക്ക് വരുന്ന കുറേ ബിസിനസ്സുകളുണ്ട്. സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട്, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ, ഈവൻ ടെക് ആണെങ്കിൽ പോലും ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ട്. ഇതെല്ലാം നിലനിൽക്കെ ഇതിലേക്കൊന്നും പോവാതെ വൈ സ്നാക്സ് എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ എത്താൻ എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ?
ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. അതാണ് എൻ്റെ ഒരു ചോദ്യം. ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. അതായത് ഞാനൊരു ആക്സിഡൻ്റൽ ഓണ്ടർപ്രണർ എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിച്ചിട്ട് ബിസിനസ്സുകാരനായ ആളല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാവരും ക്ഷണിക്കുന്നത് നിങ്ങൾ ബിസിനസ്സുകാരനാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇതിൽ ഐ ഹാവ് എ സ്കിൻ ഇൻ ദ ഗെയിം. ഞാനിത് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്, അല്ല പുറത്തു നിന്നാണ് നിങ്ങൾ ബിസിനസ്സുകാരനാവൂ എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ സ്നാക്സിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. ഞാൻ വളരെ കറക്റ്റായിട്ട് സ്നാക്കാണ് ഇനി വരാൻ പോകുന്ന ഇൻഡസ്ട്രി എന്നൊന്നും നോക്കിയിട്ടല്ല. അതായത് ഞാൻ ആദ്യം ആമസോണാണ് പഠിച്ചത്. ഐ ലേൺഡ് ആമസോൺ. കുറച്ചൊരു ടെക്നിക്കൽ നോളേജുള്ള ഒരു ടൈപ്പ് ആളാണ് ഞാൻ. നമുക്ക് പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഇൻ്റലിജൻസ് ആളുണ്ടാവും. എനിക്ക് ടെക്നിക്കൽ അല്ലെങ്കിൽ ഓൺലൈൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇഷ്ടമായിരുന്നു. ഫോൺ ജെയിൽ ബ്രേക്കിംഗ്, ആപ്പിൽ ഫ്രീ ആയിട്ട് ക്യാഷ് ഉണ്ടാക്കുക, ഐ മീൻ കോയിൻസ് ഉണ്ടാക്കുക, കാറിൻ്റെ സ്പീഡ് അൺലിമിറ്റഡ് ആയിട്ട് കൂട്ടുക, ബേൺ ആയാലും ഒന്നും പറ്റാതിരിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നാച്ചുറൽ നാക്ക് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മേഖലയായിരുന്നു. സോ ഐ ലേൺഡ് ആമസോൺ. ആമസോണിൽ എങ്ങനെ വിൽക്കാൻ പറ്റും എന്ന്. എന്താ വൈ ആമസോൺ ഔട്ട് ഓഫ് നോവർ? ഓൺലൈൻ സെല്ലിങ്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ എൻ്റെ ഒരു എങ്ങനെ കാശുണ്ടാക്കാം, ഓൺലൈൻ കൂടെ എങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് വെയിലുള്ളാനും ഇതിനൊക്കെ ഒരു മടിയുള്ള ഒരു ടൈപ്പും ആയിരുന്നു. അതുകൊണ്ട് ഓൺലൈൻ കൂടെ ആകുമ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ആമസോണായിട്ട് പഠിച്ചെടുത്തു. ആമസോൺ എന്താണ്, എങ്ങനെയാണ് അതിലൂടെ ആൾക്കാർ ചെയ്യുന്നത്, നമ്മൾ വാങ്ങുന്നുണ്ട് ആമസോൺ, പക്ഷേ ഇതിൽ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള അറിയില്ല. അങ്ങനെ ഞാനൊരു കോഴ്സിന് അറ്റൻഡ് ചെയ്തിട്ട് ആമസോൺ അങ്ങോട്ട് പഠിച്ചെടുത്തു. എന്നിട്ടായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ വാട്ട് എന്നുള്ള, ഹൗ എന്നുള്ള പാർട്ട് ഞാനത് കംപ്ലീറ്റ് ആക്കി. ഇനി എന്ത് വിൽക്കണം എന്നുള്ളതായിരുന്നു. ഞാൻ കുറേ പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, ഈ കാര്യങ്ങൾ ആ കാര്യങ്ങൾ കുറേ സംഗതികളൊക്കെ ചെയ്തു. പക്ഷേ എന്തോ എനിക്ക് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ഇതല്ല എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പം മുതൽ ഞാൻ കണ്ട് ശീലിച്ച ബനാന ചിപ്സ് എന്ന് പറഞ്ഞ സാധനം. അതായത് ആരെങ്കിലും വീട്ടിൽ വിരുന്നുകാർ വരുന്ന സമയത്ത് ഉമ്മ അടുക്കള ഭാഗത്ത് കൂടെ ഒരു 10 രൂപ കയ്യിൽ നിന്നിട്ട് അവിടെ പോയിട്ട് കുറച്ച് ചൂടുള്ള ചിപ്സ് വാങ്ങി കൊടുക്കുന്നത് പറയുന്ന ഒരു നാടാണ് ഞങ്ങളത്. അത്രക്കും എല്ലാ വീടിൻ്റെ അടുത്ത് ഏകദേശം ഒരു ബനാന ചിപ്സിൻ്റെ ഒരു ഷെഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതൽ നമ്മൾ കാണുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് എന്തുകൊണ്ട് എനിക്ക് ഓൺലൈനിൽ വിറ്റൂടാ എന്നുള്ള ചിന്തയാണ് എനിക്കുണ്ടായത്. ആ സാധനം ഞാൻ നല്ല രീതിയിൽ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊന്ന് വൃത്തിയിലാക്കിയിട്ട് ഏറ്റവും നല്ല കിട്ടാവുന്നതിൽ നല്ല പ്രൊഡക്റ്റ് തന്നെ സെലക്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെക്കുകയാണ് ഞാൻ ഉണ്ടായത്. ആൻഡ് ദാറ്റ് ബിക്കെയിം മൈ ബിസിനസ്. ഈ ആൻസർ വളരെ കൺവിൻസിങ് ആണ്. പക്ഷേ എനിക്ക് അവിടെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു സ്നാക്ക് ബ്രാൻഡ് തുടങ്ങുമ്പം നമ്മളിവിടെയുള്ള സ്നാക്സിൻ്റെ ബ്രാൻഡ്സ്, അതിൻ്റെ ബ്രാൻഡിങ്ങും അതിൻ്റെ ഒരു ബ്രാൻഡ് പൊസിഷനിങ്ങും ഒന്നും അല്ല ശരിക്കും FOK ഫ്ലേവേഴ്സ് ഓഫ് കേരളക്ക് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രവാസിക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ വന്നൊരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ, അഗെയിൻ അവിടെ പ്രവാസിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ല ഈ ബ്രാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഒരു ബിസിനസ് റൺ ചെയ്യുക എന്നതിലുപരി ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിനേക്കാളും എത്രയോ അടിപൊളിയാണ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഓറിയൻറ്റേഷനൊന്നും മേ ബി അത്തരത്തിലുള്ളൊരു ചിന്താഗതിയൊന്നും വളരെ കോമൺ അല്ല പ്രവാസികൾക്കിടയിൽ. അപ്പോൾ ഒരു പ്രവാസി എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ബ്രാൻഡിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അങ്ങനെ ഒരു ബ്രാൻഡിനെ പൊസിഷൻ ചെയ്ത് ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ചിന്തകളും ഓറിയൻറ്റേഷനൊക്കെ എങ്ങനെയാണ് ഈ നസീഫ് എന്ന് പറയുന്ന പ്രവാസിക്ക് ഉണ്ടായിട്ടുള്ളത്? ഇത് 2 വശങ്ങളുണ്ട് ഇതിന്. ഒന്ന്, ഞാൻ ഈ സൗദിയിൽ, ഇവിടെയാണ് നമ്മുടെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സൗദിയിൽ എന്നുള്ളതല്ല, ഏത് പ്രവാസ ജീവിതം ജീവിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അവിടെ ഗോൾഡ് നോളേജാണ് കിട്ടുന്നത്. നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ പല നാഷണാലിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ കാണുന്ന വാഹനങ്ങളായാലും നമ്മളവിടെ ജീവിക്കുന്ന ബിൽഡിങ്ങുകളായാലും നമ്മൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന എന്ത് കാര്യങ്ങളായാലും അതൊരു ഡെവലപ്ഡ് രാജ്യമാണ് ഈ GCC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയൊക്കെ ഒരു MNC ആയത് കാരണവും ആ കമ്പനിയിൽ പിന്നെ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആയത് കാരണം എല്ലാം ഒരു സ്റ്റാൻഡേർഡ് സംഗതികളായിരുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ ലൈഫിനെ ചുറ്റപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഗ്ലോബൽ ക്വാളിറ്റി ഉണ്ടാവില്ലേ? റൈറ്റ്. ഒരു ഗ്ലോബൽ എക്സ്പോഷർ, ഏത് പ്രവാസിക്ക് ഒരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ഞാൻ വിചാരിക്കുന്നത്. അതെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഓൺ ദ ഫസ്റ്റ് പാർട്ട്. മനസ്സിലായോ? അതുകൊണ്ട് എങ്ങനെ നല്ലത് കൊടുത്തിട്ട് പൈസ വാങ്ങാം. കാരണം ഏവിസ് എന്നായിരുന്നു എൻ്റെ കമ്പനിയുടെ പേര്. ഞാൻ പറഞ്ഞു വേൾഡിലെ ഐ തിങ്ക് നമ്പർ 2 ബെസ്റ്റ് കമ്പനി ആയിരുന്നു വെൻ ഇറ്റ് കംസ് ടു കാർ റെൻറ്റിങ്. ഏവിസ് ഫ്ലീറ്റ് ലീസിംഗ് ഉണ്ട് നല്ല. പിന്നെ അവിടെ ഒരു സൗദിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 കാർ റെൻ്റൽ കമ്പനികൾ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ആ വർക്ക് ചെയ്യുന്ന സമയത്ത്. അവിടെ 40 റിയാലിന് കൊറോള കൊടുക്കുന്ന സമയത്ത് എൻ്റെ കമ്പനിയിൽ കൊറോള 120 റിയാലിനാണ് കൊടുത്തിരുന്നത് പെർ ഡേ റെൻ്റൽ. ഐ ആം സെയിങ്. എന്നിട്ടും എൻ്റെ കമ്പനിയിൽ കാർ ഇല്ലാത്ത പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ വില കൂടുതലാണ്. യു ഗെറ്റ് ടു അവോയ്ഡ് ചീപ്പ് കസ്റ്റമേഴ്സ്.
മനസ്സിലായോ? ആ ചീപ്പ് കസ്റ്റമർ മൊത്തം 40 റിയാലിറ്റിയിൽ പോകും, തിരിച്ചു വരുമ്പം ടയർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റെപ്പിന് ടയർ എടുത്തിട്ട് വേറെ ടയർ അവർ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ അനുഭവിക്കാറില്ലായിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം. അതെന്നെ ഒരുപാട് എൻ്റെ തോട്ട് പ്രോസസ്സിൽ ഒരുപാട് എനിക്ക് പിന്നെ ഇത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു നസീഫ് ഇപ്പോൾ ഈ റമീസ് നേരത്തെ പറഞ്ഞു 30+ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരുപാട് ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് 33 ആ ഒരു സമയത്താണ് ഒരു അലൈൻമെൻറ്റ് വരുന്നത് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാൻ കുറച്ച് പുസ്തകങ്ങളും ബിസിനസ്സിനെ പറ്റിയിട്ട് വായിക്കലും അറിവ് നേടലൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചത് വെച്ചിട്ടും ചെറിയ പ്രൈസിൽ സാധനം വിറ്റിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം അൺലെസ് യു ഹാവ് എ ഹ്യൂജ് ക്യാപെക്സ്. ഒന്നെങ്കിൽ അംബാനിയാണ് അല്ലെങ്കിൽ ആവണം. അതായത് നമ്മുടെ അടുത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ ഫണ്ടോ ഇല്ല എന്നുള്ളതെ ചെറിയ പ്രൈസിൻ്റെ ബിസിനസ്സിലേക്ക് പോകരുത്. ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ് ഇതൊക്കെ. അറിയാതെ ചെയ്യുമ്പോഴാണ് ഈ ബിസിനസ് ചായക്കടകളും മറ്റുമൊക്കെ ചപ്പാത്തി കടകളും ടർഫുകളും ഒക്കെ പൂട്ടിപ്പോവാനുള്ള കാരണം എന്താണ്? ഇങ്ങനത്തെ കാര്യങ്ങളാണ്. യൂണിറ്റ് എക്കണോമിക്സ് എന്താ ഏതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഓൺലൈനിൽ വിൽക്കുമ്പം ഒരു മിനിമം ത്രഷോൾഡിൽ പ്രൈസിങ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അത് ആക്ച്വലി ഒരു അടിപൊളി പോയിൻ്റാണ്. അതായത് മലയാളി ഡയസ്പോറൊക്കെ അല്ലെങ്കിൽ അറബ് കൺട്രീസിൽ താമസിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് ഈ ഗ്ലോബൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നാട്ടിൽ വന്നിട്ട് ഒരു ഗ്ലോബൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്ഫുൾ എന്നുള്ളത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ആംഗിളാണ്. പക്ഷേ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത് ബ്രാൻഡിങ്ങിനെ എനിക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴും പ്രൈസിങ്, ഇതിൻ്റെ യൂണിറ്റ് എക്കണോമിക്സ്, ഇതിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഓറിയൻറ്റേഷൻ നോളജൊക്കെ ഉണ്ടായിട്ടുള്ളത്? മനസ്സിലാക്കാനുള്ള എൻ്റെ അതീവമായിട്ടുള്ള ആഗ്രഹം കാരണം ഞാൻ കാണാത്ത വീഡിയോസില്ല, ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല, ഞാൻ സംസാരിക്കാത്ത ബിസിനസ്സുകാരില്ല. പഠിക്കാൻ ഇഷ്ടമാണോ? ഐ ഹാഡ് ടു. പഠിക്കാൻ ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ഒരു അക്കാദമിക്കലി അങ്ങനെയുള്ളൊരു പഠിക്കുന്ന ഒരു ടൈപ്പല്ല. ബട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചൈനയിൽ പോയിട്ടായാലും എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഇൻ്റർനെറ്റ്, മേക്ക് യൂസ് ഓഫ് ഇൻ്റർനെറ്റ്. മലയാളത്തിൽ വരെ ജെമിനിയിൽ എന്ത് ചോദിച്ചാലാണ് നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടാത്തുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ബുക്സ്. എന്നെ ഹെൽപ്പ് ചെയ്ത ബുക്കാണ് 2021 ജെമിനിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നെ ബുക്സ്. ഏതൊക്കെ ബുക്സ് ആയിരുന്നു? 2-3 ബുക്ക് പേര് പറയാനാണെങ്കിൽ? അതായത് നമ്മുടെ പിന്നെ എല്ലാം ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളായിരുന്നു. ഇത് ഞാൻ എൻ്റെ ബുക്കുകൾ എന്നോട് റെക്കമെൻഡേഷൻ ചോദിക്കുമ്പോൾ ഞാനൊരു 3 രീതിയിലാണ് സംഗതി കാറ്റഗറൈസ്. ഒന്ന് നമ്മുടെ ഒരു ലൈഫ് പാർട്ട്, ഒരു ഫിലോസഫിക്കൽ, നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും കാര്യങ്ങളും, നമുക്കുള്ള ഫ്യൂവൽ. ഇതൊക്കെ വരുന്ന എവിടുന്നാണ്? നമ്മുടെ തലേന്നാണ്. എല്ലാം ഉത്ഭവിക്കുന്ന ഇവിടുന്നാണല്ലോ. ഇവിടെ നന്നായാലല്ലേ ബാക്കിയുള്ള സംഗതികൾക്ക് ചെല്ലും. അപ്പോൾ അങ്ങനെ ആ ഒരു ലൈഫ് പാർട്ടിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് നമ്മുടെ 12 റൂൾസ് ഫോർ ലൈഫ് എന്നുള്ളൊരു പുസ്തകങ്ങളും, നവാൽ രവികാന്തിൻ്റെ ഒരു ബുക്കുണ്ട് അതും. പിന്നെ ബിസിനസ് ഭാഗത്ത് വരുമ്പം നമ്മുടെ നൈക്കിയുടെ ഫൗണ്ടർ ഒരു പുസ്തകമുണ്ട്, ദ ഷൂ ഡോഗ്. തന്നെ. പിന്നെ അതേപോലെ അലക്സ് ഹോർമോസിയുടെ യൂണിറ്റ് എക്കണോമിക്സിൻ്റെ രാജാവ് എന്ന് പറഞ്ഞ ആളാണ് അലക്സ് ഹോർമോസി എന്ന് പറഞ്ഞ അമേരിക്കൻ ഓൺട്രപ്രണർ. അദ്ദേഹത്തിൻ്റെ ഒരു 2-3 പുസ്തകത്തിൻ്റെ സീരീസ് ഉണ്ട്. പിന്നെ അതേപോലെ ലീൻ സ്റ്റാർട്ടപ്പ്, ഇങ്ങനത്തെ കുറച്ച് പക്ക ബിസിനസ് മാത്രം എന്നെ ബിസിനസ്സിൻ്റെ ലോകത്തേക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബുക്കാണ് ദ മില്യണയർ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ ഡിമാർക്കോ, ഒരു ഡിമാർക്കോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്കുകളാണ്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണെന്ന് തോന്നുന്നു. കാരണം അവിടെ നിന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ശരിക്കും നാട്ടിൽ വന്നിട്ടല്ല തുടങ്ങേണ്ടത്, അത് അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങണം. അത് നമ്മൾ പ്ലാനിങ്ങിൽ പറഞ്ഞതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഈ ലേണിംഗ് പാർട്ട്. അതായത് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച്, നമ്മളെ ഇവിടുത്തെ ബിസിനസ്സിനെ കുറിച്ച്, എന്തൊക്കെ ബിസിനസ്സുകളാണ് ഇവിടെ സംഭവിക്കുന്നത്, ഇതിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, ഫണ്ടിങ്ങിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ ലീഗൽ സ്ട്രക്ചർ എന്തൊക്കെയാണ്, എന്താണ് MVP, എന്താണ് PMF, ഇതൊന്നും ശരിക്കും ഒരു ബിസിനസ് തുടങ്ങേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ അവർക്ക് യൂട്യൂബിൽ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്, ഒരുപാട് കോണ്ടൻറ്റ് അവൈലബിൾ ആണ്, ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അതായത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നാട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഒരു പ്രക്രിയ, ഇതിൻ്റെ ഒരു പ്രോസസ്സ് തുടങ്ങണം. ആ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ലേണിംഗ്. അപ്പോൾ ലേണിങ്ങിനും വേണ്ടിയിട്ടും കൂടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആക്ച്വലി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, അതായത് നാട്ടിൽ വന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അവിടെ പ്രവാസ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് ത്രൂ ലേണിംഗ്. ഡെഫിനറ്റ്ലി. അതായത് there are
നോ സ്കേഴ്സിറ്റി ഫോർ ദ മീൻസ് ഓഫ് നോളേജ്. പഠിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അൺലിമിറ്റഡ് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ മെത്തേഡാണ് പഠിക്കാൻ. യൂട്യൂബ് അക്ഷയ ഖനിയാണ് വിവരത്തിൻ്റെ. പുസ്തകങ്ങൾ, നമ്മളെ ആഗ്രഹം മാത്രമേ കുറവുള്ളൂ, പഠിക്കാനുള്ള മീൻസിനൊരു കുറവില്ല എന്നുള്ളതാണ് എൻ്റെ. അടിപൊളി. അപ്പോൾ ലേണിങ്ങിൻ്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല, ലേൺ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇതെല്ലാം പ്രിപ്പയർ ആയിട്ട് തന്നെ ആ ഏർലി സ്റ്റേജ് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് വേണം തന്നെ ഇങ്ങോട്ട് വരാൻ. പക്ഷെ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഡിസ്കഷൻ നടക്കുന്നതിനിടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും എല്ലാ പ്രവാസികളും അവിടുന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് സംരംഭകരാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ എല്ലാ പ്രവാസികളും തിരിച്ച് നാട്ടിലോട്ട് വരേണ്ടതുണ്ടോ? ഞാൻ വലിയ പ്രവാസിയാണ്, ഞാൻ എല്ലാവരെയും കണ്ട് ഞാൻ ലോകം കണ്ടവനാണ്, നിങ്ങൾ ഇവിടുത്തെ ഒരു കേരളക്കാരൻ, എന്തെങ്കിലും ദുനിയാവുണ്ടോ നിങ്ങൾക്ക് എന്നുള്ള അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ഹമ്പിളാവുക. എനിക്കൊന്നും അറിയില്ല നിങ്ങൾ എപ്പോൾ ചിന്തിക്കുന്നു അന്ന് മുതലാണ് നിങ്ങളൊരു ആക്ച്വൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല ആൾക്കാരുടെയും പ്രവാസിനെന്ന് മാത്രമേ ഞാൻ പറയുന്നില്ല, നമ്മളെ കൂട്ടത്തിലുള്ള നമ്മളൊക്കെ, ഈവൻ ഞാനടക്കം, നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്കൊക്കെ എന്തൊക്കെയോ അറിയാമെന്നുള്ളതാണ്. എന്ന് മുതലാണോ നമ്മൾ ചിന്തിക്കുന്നത് യു നോ നത്തിങ്, അന്ന് മുതലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത്. പിന്നെ യുവർ ലേണിംഗ് സ്റ്റാർട്ട്സ് ദ മൊമെൻറ്റ് യു ലീവ് യുവർ കോളേജ്. പല ആൾക്കാരും എങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ കോളേജോടുകൂടി എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. ആക്ച്വലി യുവർ ലേണിംഗ് സ്റ്റാർട്ട്സ് ദ മൊമെൻറ്റ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദ കോളേജ്. അവിടെയാണ് ലേണിംഗ് തുടങ്ങുന്നത്. അതുവരെ നിങ്ങൾ അക്കാദമിയെ പഠിച്ചിട്ടുള്ളൂ, അക്കാദമിക്കൽ നോളേജ് നിങ്ങൾക്ക്, യു ഡോണ്ട് ഹാവ് ലൈഫ് നോളേജ്. ലൈഫ് നോളേജ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. എങ്ങനെ ഒരാളോട് സംസാരിക്കണം, എങ്ങനെ എന്താണ് മനുഷ്യന്മാരുടെ ഫീലിങ്ങുകൾ, എന്താണ് എനിക്കെന്തുകൊണ്ട് സങ്കടം തോന്നുന്നു, എനിക്കെന്തുകൊണ്ട് പ്രഷറായിട്ട് തോന്നുന്നു, എനിക്കെന്തുകൊണ്ട് ഒരു നല്ല ലൈഫ് കിട്ടി. ലേൺ ഇറ്റ്. അതിനൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മളതൊന്നും നോക്കാതെ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ രാജാവ് എന്നുള്ള രീതിയിൽ നടക്കുന്നിടത്തോളം കാലം നത്തിങ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. ബി ഹംബിൾ, ബി കൈൻഡ്, ബി എംപത്തറ്റിക്. നമ്മൾ ലേണിംഗ് പറഞ്ഞതോടുകൂടി തന്നെ ഒരു അഡീഷണൽ പോയിന്റ് അവർ ചെയ്യേണ്ടത് മെന്റാലിറ്റിയിൽ വരുന്ന ഷിഫ്റ്റാണ്. ആ മെന്റാലിറ്റിന്റെ ഷിഫ്റ്റും കൂടെ മേ ബി അവർ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. ഡെഫിനറ്റ്ലി. അതും അവരുടെ ഒരു പ്രാക്ടിക്കൽ വേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ മാറ്റുകയാണ്. അതായത് എല്ലാ ടൈപ്പ് ആളുകളും തിരിച്ച് നാട്ടിലോട്ട് വരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ വന്ന് സംരംഭകരാവണമെങ്കിൽ അവർ ഏത് ടൈപ്പിലുള്ള ആളുകളായിരിക്കണം, ഇനി ഏത് ടൈപ്പിലല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എങ്ങനെ നാട്ടിലേക്ക് വരാനും വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാം, എന്താണ് ആ ഒരു ഏരിയയിൽ എന്താണ് തോന്നുന്നത്? എല്ലാ പ്രവാസികൾക്കും നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങാനുള്ള ചാൻസ് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതായത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബിക്കോസ് യെസ് എക്സാക്ട്ലി ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് കേരളത്തിനെ എഫക്റ്റീവായിട്ട് സെല്ല് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ യുവർ മാർക്കറ്റ് ഈസ് നോട്ട് ഓൺലി കേരള. എല്ലാവരും വന്നിട്ട് എന്തിനാണ് ചപ്പാത്തി കമ്പനി തുടങ്ങുന്നത്, എന്തിനാണ് ടർഫ് തുടങ്ങുന്നത്? നിങ്ങളാകെ കാണുന്നത് നിങ്ങളുടെ ചുറ്റളവിൽ ഒരു 4-5 കിലോമീറ്ററുള്ള കസ്റ്റമേഴ്സിനെ മാത്രമാണ്. ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി. വേൾഡിലെ 7th ലാർജസ്റ്റ് കൺട്രി അല്ലേ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളം മാത്രമല്ല, നമുക്ക് ലീഗലി ഇന്ത്യയിൽ 31 സ്റ്റേറ്റിലും കച്ചവടം ചെയ്യാൻ കഴിയും. നമ്മളൊരു ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് വലിയൊരു ഭാഗ്യമാണ്. അതായത് 140 കോടി ജനങ്ങളുടെ ഒരു രാജ്യത്ത് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ജീവിതമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. യു ഷുഡ് സീരിയസ്ലി തിങ്ക് അബൌട്ട് ഇറ്റ്. 140 കോടിൻ്റെ എത്ര % റമീസ് ഒരാൾക്ക് കിട്ടേണ്ടത്? ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ്. വെരി ട്രൂ. അപ്പോൾ എല്ലാ പ്രവാസികൾക്കും ഓപ്പർച്യൂണിറ്റി കേരളത്തിലുണ്ട്. ലിമിറ്റഡ് തിങ്കിങ് ഒഴിവാക്കുക. അതായത് ഞാൻ വന്നിട്ട് എൻ്റെ നാട്ടിൽ എൻ്റെ കോഡൂർ വന്നിട്ട് ഞാൻ കോഡൂരിൽ ഒരു കച്ചവടം ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ എൻ്റെ കോഡൂരിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ ഇന്ത്യയിൽ മുഴുവൻ കച്ചവടം ചെയ്യാൻ കഴിയും. മനസ്സിലായി. അപ്പോൾ അതിൻ്റെ വേറെ ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ആളുകൾക്കും വന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുമോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഏത് ടൈപ്പ് ആളുകൾക്കാണ് ബെറ്റർ? എല്ലാവരും ചിന്തിക്കുന്നത് എനിക്ക് അതിൻ്റെ നോളേജ് കുറവാണെന്നുള്ളതായിരിക്കും. ഞാൻ പറയുന്നത് നോളേജ് എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ്. പഠിക്കാൻ കുറേ ബുദ്ധിയൊന്നും വേണ്ട, അവനവന് വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ എല്ലാവർക്കും കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പിന്നെ മടിയാണ് കുറേ ഈ കംഫർട്ടും കാര്യങ്ങളൊക്കെ വന്നത് കാരണം മടിയായതായിരിക്കാം. നിങ്ങളൊരു ട്രൂലി ഒരു തീരുമാനം എടുത്തിട്ട് എൻ്റെ നാട്ടിൽ ഞാൻ നിൽക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മുടെ നാടിനുണ്ട് എന്നുള്ളത്. നമ്മുടെ നാട് ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ, കൂടുതൽ ബിസിനസ്സുകാരുണ്ടായി കഴിഞ്ഞാൽ ആ നാട് കൂടുതൽ നന്നാവും എന്നുള്ളതാണ് ഞാൻ കണക്ക് കൊടുക്കുന്നത്. കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടും. പിന്നെ ഓബ്വിയസ്ലി എല്ലാവരും ഡോക്ടർമാർ, ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന ചിന്തയാണ്, എല്ലാവരും BCAക്ക് വന്നിട്ട് ഈ BCA ഇറങ്ങുന്ന ആൾക്കാർ മുഴുവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയി കഴിഞ്ഞ് എവിടെ എനിക്കെങ്ങനെ ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുപോലെ ഒരു നാച്ചുറൽ പ്രോസസ്സ് എന്തായാലും ഉണ്ടാവും. എവരിവൺ ഈസ് നോട്ട് ഗോയിങ് ടു ബി ആൻ ഓൺട്രപ്രണർ. എല്ലാവർക്കും അത് ഇഷ്ടം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ എല്ലാവരും വരണമെന്നില്ല. ആ ചിന്തയുള്ള ആൾക്കാർ വന്നോട്ടെ. ആഗ്രഹമുള്ളവർക്ക് വരാനുള്ള പ്രാക്ടിക്കൽ ഫിയർ ആയിരിക്കരുത് നിങ്ങളെ മാറ്റി നിർത്തുന്നത്. ഫിയർ ആയിരിക്കരുത്. നിങ്ങൾ അവിടെ നല്ലൊരു ജോലി ചെയ്യുന്നുണ്ടോ, നിങ്ങളെ മനസ്സിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടോ, നിങ്ങൾ അവിടെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടോ, ആ ബിസിനസ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യണമെന്നുണ്ടോ,
കം ബാക്ക്, ഡു ഇറ്റ്, യു ഹാവ് ഓൾ ദിസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇവിടെ പ്രവാസികൾക്ക് മാത്രം ഞാൻ മനസ്സിലാക്കുന്നത് പല രീതിയിൽ ഇപ്പം ഈവൻ മിനിസ്ട്രിയുടെ അണ്ടറിലൊക്കെ, പുതിയ മിനിസ്ട്രിയുടെ അണ്ടറിലൊക്കെ പ്രവാസികൾക്ക് മാത്രം പുനരധിവാസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളില്ലേ. പിന്നെ ഇവിടെ ഒരുപാട് ഫണ്ടുകളും കിട്ടാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ ഈ വേൾഡിൽ ഉള്ളതുകൊണ്ട് പറയാണ്, ഫണ്ട് കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എനിക്ക് ബിസിനസ് തുടങ്ങാൻ കഴിയുന്നില്ല. നിങ്ങളെ പോക്കറ്റിലേ ഫണ്ടില്ലാത്തുള്ളൂ. ഫണ്ടുള്ള ആൾക്കാർ അവിടെ വേറെ ഉണ്ട്, അല്ലെങ്കിൽ ഫണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നിങ്ങളുടെ എബിലിറ്റിയാണ് എങ്ങനെ ഈ പൈസ വാങ്ങിയെടുക്കണം എന്നുള്ളത്. ഒരു കോൺമാൻ ആവാതെ ഒരു നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് പോസിറ്റീവ് സം ഗെയിം ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എവരി വൺ ക്യാൻ മേക്ക് എ ലിവിങ് ഹിയർ. നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ കയ്യിലൊരു ക്യാപിറ്റലുമായിട്ട് നാട്ടിലോട്ട് വരുന്നൊരു പ്രവാസിക്ക് ഇന്ന്, അതായത് 2026 മിഡിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ബിസിനസ്സുകൾ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് വന്നിട്ട് ഈ 25 ലക്ഷവും മാർക്കറ്റിൽ ഒറ്റയടിക്ക് ഇടാതിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്ന പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണെന്നുള്ളതാണ്. അതായത് ഇവരെ ടോട്ടൽ ക്യാപെക്സ് 25 ലാക്ക് ആയിരിക്കും. ഈ 25 ലാക്ക് വന്നിട്ട് ഒറ്റയടിക്ക് അവർ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച ബിസിനസ് ലാഭം കിട്ടും. ഇവർ വിചാരിക്കുന്നത് എന്താണ്, യെസ് ഐ ആം ഗോയിങ് ടു ഗെറ്റ് ദ ഫണ്ട് ബാക്ക് വെരി ഇമ്മീഡിയറ്റ്ലി എന്നുണ്ടായിരിക്കും. ബട്ട് ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി. 25 ലക്ഷമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഐ വുഡ് സേ നിങ്ങളൊരു 10 ഇട്ട് നോക്കൂ. 10 ഇട്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്യൂ. ഓർ ഗെറ്റ് സമ്മൺ ലൈക്ക് യു. നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങൾ പറ്റുമെങ്കിൽ കൂട്ടിക്കോളൂ. ഞാൻ ഒറ്റക്കാണ് ചെയ്തത്, അല്ലെങ്കിൽ കൂട്ടാൻ പറ്റുന്നവർ കൂട്ടട്ടെ. എന്നിട്ട് അവരോടും വാങ്ങും. എന്നിട്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നു നോക്കൂ. മുന്നോട്ട് പോകുന്നത് എവിടെയാണോ പ്രശ്നം അത് നിങ്ങൾ ഫിക്സ് ചെയ്യും. പണം നിങ്ങൾ ആ 25 ലക്ഷം കൊണ്ടുവന്നിട്ട് 25 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തകർന്നു പോകും. ഈ 25 ലക്ഷം നിങ്ങളവിടെ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ മാർക്കറ്റ് ടെസ്റ്റിംഗ്, വാട്ടർ ടെസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ടെസ്റ്റ് ദ മാർക്കറ്റ്, ടെസ്റ്റ് ദ വാട്ടർ. വെള്ളം എങ്ങനെ ഉണ്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ എന്നാൽ കുറച്ചുകൂടി മുന്നേക്ക് പോകല്ലേ എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യണം. അല്ലാതെ പിന്നെ പല ആൾക്കാരും ഈഗോനെ ബേസ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. അതായത് വേറെയുള്ളവരെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ വലിയൊരു ബിസിനസ്മാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ എന്തെങ്കിലുമൊക്കെ തുടങ്ങുക, അല്ലെങ്കിൽ എൻ്റെ കുറേ പൈസ ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങുക. അത് തുടങ്ങുന്നത് നമ്മളെല്ലാവരും അറിയുള്ളൂ. ക്ലോസിങ് വളരെ സൈലൻ്റ് ആയിട്ട് തുടങ്ങുന്നത് വളരെ ലവ്. എന്തിനാണ് നിങ്ങൾ ഇത്ര വലിയ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പല സമയത്തും ചോദിക്കാറുണ്ട്. പിന്നെ മന്ത്രിമാരെ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, എന്തിനാണ് ഇത്ര ആർഭാടാക്കിയിട്ട് എത്ര രൂപ അതിന് പോയി? നിങ്ങളൊരു പുതിയൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് സ്മോൾ, ലെറ്റ് യുവർ റിസൾട്ട് സ്പീക്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ബി നോൺ ഇൻ ദ മാർക്കറ്റ്. നിങ്ങളെ കസ്റ്റമേഴ്സിൽ നിങ്ങൾ അറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അവരുടെ അടുത്തേക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. എന്നിട്ട് വലുതാക്കുക. അല്ലാതെ ഒറ്റയടിക്ക് കൊടുന്നാണ്ട് 25 ലക്ഷം ഇട്ടിട്ട് വലിയ ഉദ്ഘാടനം കഴിച്ചിട്ട് പിന്നെ ഡാൻസ്, പാട്ട്, ചെണ്ടമേളം, വാദ്യമേളം ഇതൊക്കെ വെച്ചിട്ട് ആ പൈസ ഉണ്ടെങ്കിൽ ഈ ചങ്ങായിക്ക് ചിലപ്പോൾ 3 മാസം ഈ ബിസിനസ് കൊണ്ടെടുക്കാൻ പറ്റും. അപ്പം നസീഫിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നസീഫിൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്ലസ് പ്രവാസ ജീവിതത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയിട്ടുള്ള എക്സ്പോഷർ, അവിടുന്ന് കിട്ടിയിട്ടുള്ള ഗ്ലോബൽ ബ്രാൻഡ്സിനെ കുറിച്ചുള്ള നോളജ്, ഇത് രണ്ടും കൂടി ഒരുമിപ്പിച്ചിട്ട് എന്ത് ചെയ്തു, കേരളത്തിൽ നിന്ന് ഫ്ലേവേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു. ഇതാണ് നസീഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ പ്രവാസികൾക്കും അവർക്ക് അവിടെയുള്ള എക്സ്പീരിയൻസും എക്സ്പോഷറും ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ടാവും. അത് D2Cയിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇനി ആമസോൺ പോലത്തെ മാർക്കറ്റ് പ്ലേസസിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. സോഫ്റ്റ്വെയറിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ 25 ലക്ഷം രൂപ കയ്യിലുള്ള ഒരു പ്രവാസിയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് എന്തായി? അതായത് എൻ്റെ ഓഫീസിൽ വെള്ളം കൊണ്ടുവരുന്ന ഒരാളുണ്ട്, ബോട്ടിൽഡ് വാട്ടർ. ഈ ബോട്ടിൽഡ് വാട്ടർ കൊണ്ടുവരുന്ന ആൾ സൗദിയിൽ ഈ കാര്യത്തിൽ ഈ ബിസിനസ് ചെയ്ത ആളായിരുന്നു. ഇയാൾക്ക് ഇതേപോലെ എന്തോ ബുദ്ധിമുട്ട് വന്നപ്പോൾ അയാൾ അവിടെ നിൽക്കാൻ കഴിയാതെ ഇങ്ങോട്ട് വന്നിട്ട് ആ ബിസിനസ് ഇവിടെ തുടങ്ങി വിജയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. കാരണം അയാളെ ഞാനൊരു കഴിഞ്ഞ 3 വർഷമായിട്ട് കാണുന്നുണ്ട്. ഫെയിലർ ആണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ ഡു ദിസ് ഫോർ യു നോ ലൈക്ക് മൾട്ടിപ്പിൾ ഇയേഴ്സ്. അയാൾ ഒരു എക്സാമ്പിളാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ നമ്മൾ ഇനി ചെയ്യുന്ന മിസ്റ്റേക്ക് ഞാൻ പറയാം. എനിക്ക് കൂടുതൽ ഇൻഡസ്ട്രികൾ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മളൊരു ഇൻഡസ്ട്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ പിന്നെ അവിടെ അതൊരു സിറ്റിയാണ്. ജിദ്ദ ആയാലും റിയാദ് ആയാലും ദുബായ് ആയാലും അബുദാബി ആയാലും പിന്നെ ഈവൻ ഖത്തറായാലും ഒക്കെ എന്താണ്, ഇതൊക്കെ വലിയ സിറ്റികളാണ്, വലിയ നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറുള്ള സിറ്റികളാണ്. അവിടെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് തന്നെ ഇവിടെ കൊടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് ചെയ്യരുത്.
അത് രണ്ടും മാർക്കറ്റ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ പഞ്ചായത്തിൽ വന്നിട്ട് നിങ്ങൾ വലിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ അതിനുള്ള ആളുണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് നാടിന് ഫിറ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നോക്കണം. നിങ്ങളുടെ അടുത്ത് എത്ര ക്യാഷ് ഉണ്ട്, ഇത്ര ക്യാഷ് ഉള്ളതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് പിന്നെ സെല് ചെയ്യുന്ന ബിസിനസ്സാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഇപ്പം റമീസ് ആദ്യം ഉണ്ടായിരുന്ന ഇൻ്റർവൽ ആയാലും ഞാൻ വിൽക്കുന്ന ഫ്ലേവേഴ്സ് ഓഫ് കേരള ആയി കഴിഞ്ഞാലും പിന്നെ എല്ലാം നമ്മളെല്ലാവരും പുറത്തേക്ക് വിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളെ കസ്റ്റമേഴ്സ് ആരല്ല, അരീക്കോടിലുള്ള അല്ലെങ്കിൽ കാവനൂരുള്ള ആൾക്കാരല്ല. ഇതുപോലെ ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക്, അത് ചിന്തിക്കുക. കാരണം അപ്പം നിങ്ങളുടെ മാർക്കറ്റ് ഇന്ത്യ ആയി കഴിഞ്ഞു, ഇന്ത്യയുടെ പുറത്തും ആയി കഴിഞ്ഞു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലൊന്ന് പോയിട്ട് ചെയ്യാൻ പറ്റുമോ? ബാംഗ്ലൂർ നിങ്ങൾക്ക് ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഇടാൻ പറ്റും. ഈ പറഞ്ഞ പിന്നെ ഹോട്ടൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ ചെയ്യാൻ പറ്റുമോ? ഈ പറഞ്ഞ വെള്ള കമ്പനി നിങ്ങൾക്ക് ബാംഗ്ലൂർ തുടങ്ങാൻ പറ്റുമോ? ബാംഗ്ലൂർക്ക് ഒരു രാത്രിയുടെ യാത്ര നമ്മളെ നാട്ടിൽ നിന്നുള്ളൂ. സ്വന്തം വീട്ടിൽ തന്നെ എന്നു രാത്രി രാവിലെ ബാംഗ്ലൂർ എത്തി, പിന്നെ രാത്രി അവിടെ നിന്ന് കയറിയാൽ രാവിലെ എവിടെയോ എത്തി. ഇത്രേ ബാംഗ്ലൂരുള്ളൂ. പക്ഷെ അവിടേക്കുള്ള അവിടെയൊന്നും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് എന്നുള്ളതാണ്. നമ്മളെ മലയാളികൾക്കൊക്കെ, ഞാൻ തായ്ലൻഡിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് പോയ കാര്യം പറഞ്ഞു, അവിടെയൊക്കെ നമ്മുടെ മലയാളികൾക്ക് എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വേണമെങ്കിൽ നമ്മളിതൊന്നും കാണാൻ, ആരോ പണ്ട് ഗൾഫിക്ക് പോയി, അപ്പോൾ പിന്നെ എല്ലാവരും ഗൾഫിക്ക് തന്നെ. ആരോ റീസെൻ്റ്ലി യൂറോപ്പിലേക്കും പിന്നെ UK പോയി, അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് തന്നെ. ഇങ്ങനെ ഒരു കാര്യമാണ് ഒരു പുതിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമ്മളെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാൻ, അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, ഇതൊക്കെയാണ് നമ്മളെ പ്രവാസികൾക്ക് മിസ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഈ നസീഫിൻ്റെ സെക്ടറിലേക്ക് തന്നെ വരാം. അതായത് ഒരു ആമസോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ മാർക്കറ്റ് പ്ലേസസ് ഉപയോഗിച്ചിട്ട് ഇത്തരം പ്രവാസികൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ്, അതിലെ സാധ്യതകൾ എന്തൊക്കെയാണ്? ആമസോണിൽ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സംഗതി, ഡേ 1 മുതൽ ഇന്ത്യ മുഴുവൻ നിങ്ങളുടെ മാർക്കറ്റാണ്. ഇത് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം. ഡേ 1 മുതൽ ഇന്ത്യ മുഴുവൻ നിങ്ങളുടെ മാർക്കറ്റാണ്. ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് സെല്ല് ചെയ്യാൻ ആമസോൺ പോലെ വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല. നിങ്ങൾ ക്യുക്കോമേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ കയറാനും ഭയങ്കര എൻട്രി ബാരിയേഴ്സ് ഉണ്ട്. ഒരു SKU ലിസ്റ്റ് ചെയ്യാൻ 25,000 ആണ് ഏറ്റവും മാർക്കറ്റ് ഷെയർ ഉള്ള ക്യുക്കോമേഴ്സിൽ ചാർജ് ചെയ്യുന്നത്. ഐ നോ ദ റിയാലിറ്റി. ആമസോണിൽ പക്ഷേ നമ്മൾ ജോയിൻ ചെയ്യാൻ ഇങ്ങോട്ട് ഇൻസെൻറ്റീവ് തരുന്ന കമ്പനിയാണ് ആമസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആമസോൺ വെച്ചിട്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് കോഡ് നിങ്ങളൊന്ന് ക്രാക്ക് ചെയ്ത്, ഞാൻ ക്രാക്ക് ചെയ്ത പ്രൊഡക്റ്റ് ബനാന ചിപ്സാണ്. നോ ഡൗട്ട് ഞാനത് എൻ്റെ നാട്ടിലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എനിക്കത് ചെയ്യണമെന്ന് തോന്നി. ഞാനത് വളരെ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് ഞാനത് ക്രാക്ക് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ്, നിങ്ങളുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആമസോണിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കച്ചവടം ചെയ്യാൻ പറ്റും. ചെറിയ ക്യാപിറ്റൽ കിട്ടോ, മേ ബി ലെസ് ദാൻ 1 lakh പീപ്പിൾ ക്യാൻ ഡു ഇറ്റ്. പിന്നെ വേറൊരു കാര്യം, ഈ ആമസോണിൽ പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ ആമസോണിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പല ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഫ്ലേവേഴ്സ് ഓഫ് കേരള എന്നുള്ളൊരു ആമസോൺ ഓൺലി ബ്രാൻഡാണെന്ന് വിചാരിച്ചിട്ടാണ്. ആക്ച്വലി ഞാൻ ആമസോണിലും ഉണ്ട്, ഞാൻ പുറത്ത് റീറ്റെയിലും ഉണ്ട്. പല കടകളിലും എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. കേരളത്തിൽ നിങ്ങൾ അധികം കാണൂല എന്നുള്ളൂ. അപ്പോൾ ആമസോൺ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ മാത്രം വിൽക്കുക എന്നുള്ള രീതിയിൽ നിൽക്കരുത്. നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈൻ കയറുക. ഓൺലൈനിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ഇതിന് എനിക്ക് സെയിൽ വരുന്നുണ്ട്, എവിടെ നിന്നൊക്കെയാണ് സെയിൽ വരുന്നത്, ഈ ഡാറ്റ നിങ്ങൾ കളക്ട് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ആ നാട്ടിൽ പോയിട്ട് നിങ്ങൾ ആ ബിസിനസ് റിപ്ലിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കുക. ഇതൊരു ഈസി വേ ആണ് ടു ഫൈൻഡ് ഔട്ട് ലൈക്ക് എ ബിസിനസ് ഫോർ യു. ഒരു പ്രൊഡക്റ്റ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു സർവീസ് ബിസിനസ്സുകളാവാം, സർവീസ് കൊടുക്കുന്ന കാര്യങ്ങളാവാം. പക്ഷേ ആമസോണിനെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് എ വെരി ഈസി വേ ടു എൻ്റർ ഇൻ ടു ബിസിനസ്. ഈവൻ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാലും നിങ്ങൾ പിന്നെ ലൈഫൊന്നും എന്താവില്ല, ലൈഫ് സേവിങ്സ് ഒന്നും പോകില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് സിഗ്നൽ കിട്ടും ഇത് വർക്ക് ചെയ്യുമല്ലേ എന്നുള്ളത്. നസീഫ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അവരുടെ GCCയിലെ എക്സ്പോഷർ, അറബ് കൺട്രീസിലെ പ്രവാസിയായി നിന്നുകൊണ്ടുള്ള എക്സ്പോഷറുമായിട്ട് നാട്ടിലേക്ക് വരുന്നു. ഇവിടുന്ന് നിങ്ങളുടെ ലേണിംഗ് മെൻറ്റാലിറ്റിയും നിങ്ങളുടെ തിങ്കിങ്ങും നിങ്ങളുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനൊക്കെ കാരണം ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു, ഫ്ലേവേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട്. നാളെ ഗ്ലോബലി ട്രാവൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് നസീഫ് എപ്പോഴും പറയുന്നത് പോലെ ഒരു 100 crore റവന്യൂ ഒക്കെ ഉള്ള ഒരു ബ്രാൻഡായിട്ട് ഉടനെ തന്നെ മാറാൻ പറ്റട്ടെ. അപ്പം ബേസിക്കലി നസീഫിൻ്റെ ഒരു സ്റ്റേജിൽ ഇപ്പം നമ്മൾ നസീഫിൻ്റെ 0 to 1 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഒരു സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ഒക്കെയാണ് നമ്മൾ ഹെൽപ്ഫുള്ളായിട്ട് എങ്ങനെ ഈ ഓഡിയൻസിന് കൊടുക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നസീഫിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് നസീഫ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങി ഇപ്പം വളരെ നല്ല രീതിയിൽ മുന്നേറുന്ന ഒരാളാണ്.
അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ്, നിങ്ങളുടെ ഡ്രീംസ് എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ടും നമ്മൾ ആളുകളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഗോളാണ് പ്രൈമറി ആയിട്ടുള്ളെങ്കിൽ പോലും അവരെയും നമുക്ക് സ്വപ്നം കാണാൻ, നാട്ടിൽ വന്നുകൊണ്ട് ബിസിനസ് ബിൽഡ് ചെയ്ത് സ്വപ്നം കാണാനും വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം എന്നുള്ള ഒരു അജണ്ടയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ചോദിക്കുന്നത്. എന്താണ് നസീഫിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, എന്താണ് നസീഫിൻ്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പ്ലാൻസ്? ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് പലപ്പോഴും എന്നെ പല സമയത്തും എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഡു ഐ ആക്ച്വലി വാണ്ട്. ഞാൻ പണ്ട് വളരെ ചെറുപ്പത്തിൽ കണ്ട ഒരു സിനിമ ഉണ്ട്, ജാക്കി ജാൻ്റെ ഹൂ ആം ഐ എന്ന്. യു നോ? യാ. അതിൽ ജാക്കി ജാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഹൂ ആം ഐ, ഞാൻ ആരാണ്? ആറാം തമ്പുരാനിൽ മോഹൻലാലിനോട് നരേന്ദ്രപ്രസാദ് ചോദിച്ചു, നീ ആരാണ് നീ? ഉത്തരമില്ല തമ്പ്രാൻ എന്ന് പറഞ്ഞതുപോലെ. അപ്പം ഞാൻ എൻ്റെ ഒരു പർപ്പസിലേക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഒരു പർപ്പസിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ എൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീഡം ഈസ് വാട്ട് ഡ്രൈവിങ് മീ. എന്നെ ഡ്രൈവ് ചെയ്യുന്ന അൾട്ടിമേറ്റ് കാര്യമെന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. ഞാൻ ഫ്രീ ആയി കഴിഞ്ഞാലേ എൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് എനിക്ക് വെളിവാകൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നസീഫ് വിശ്വസിക്കുന്നത്. ഓൺ എ ബിസിനസ് സൈഡ് ഞാൻ വിശ്വസിക്കുന്നത് ഫ്ലേവേഴ്സ് ഓഫ് കേരള എന്നുള്ളത് വളരെ ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള ഒരു FMCG കമ്പനിയായിട്ട് കേരളത്തിൽ നിന്ന് വരാൻ പറ്റിയ ഒരു പ്രീമിയം സ്നാക്കിംഗ് ബ്രാൻഡാണ്. ഓക്കെ, അത് ഞാൻ ഒറ്റക്കായിരിക്കില്ല ഒരു പക്ഷേ ആ ഒരു രീതിയിലേക്ക് ഞാൻ എത്തുന്നത്. പക്ഷേ എൻ്റെ കൂടെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ എല്ലാ സമയത്തും പറയുന്നതാണ്, ഇഫ് യു ആർ സംവൺ, ഇഫ് you are watching this, if you think you can contribute to Flavors of Kerala, please reach out to me through my Instagram. ഒരു 100 CR വർത്ത് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഫ്ലേവേഴ്സ് ഓഫ് കേരളനെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് എൻ്റെ that's what driving me in Flavors of Kerala. I have another business which is FOK Academy. എങ്ങനെ എന്നോട് കഴിയുന്ന രീതിയിൽ ആൾക്കാരെ ആമസോണിൽ അവർക്ക് എങ്ങനെ സെല് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ അവർക്ക് എങ്ങനെ ഒരു സെയിൽസ് ചെയ്ത് തുടങ്ങാൻ, എങ്ങനെ ഒരുപാട് നസീഫുമാർ എസ്പെഷ്യലി ഫ്രം കേരള, ഒരു 10,000 ആമസോൺ സെല്ലേഴ്സിനെ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു മിഷൻ്റെ പുറത്താണ് ഞാൻ FOK അക്കാദമി തുടങ്ങുന്നത്. ദാറ്റ്സ് മൈ ഫൗണ്ടിങ് മിഷൻ ഫോർ FOK അക്കാദമി. ഓൾറെഡി കുറേ കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ അതാണ് എന്നെ ആ കമ്പനിയിൽ ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ 2 കമ്പനികളാണ് ഇപ്പോൾ ഞാൻ റൺ ചെയ്യുന്നത്. സോ ദിസ് ഈസ് മൈ ബിസിനസ് ഫിലോസഫി, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ടെമ്പററി. മോർ ദാൻ ദാറ്റ് ഐ ആം ഓൺ എ പേഴ്സണൽ ജേണി. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എവിടെ, എന്താണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്നത്. ഫ്രീഡം ഈസ് വാട്ട് ഡ്രൈവിങ് മീ. ഐ വാണ്ട് ഓട്ടോണമി ഓവർ മൈ ലൈഫ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ലൈഫ് സ്റ്റൈലിലുള്ള, 2 ലൈഫ് ടൈമിലുള്ള നസീഫുമാർ ആക്ച്വലി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒന്ന്, ഒരു 30 വയസ്സ് കഴിഞ്ഞ് 30s നസീഫ്, അതായത് അന്ന് പ്രവാസ ജീവിതത്തിൽ അന്നൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് നാട്ടിൽ പോകണമെന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വിതുമ്പിക്കൊണ്ടിരുന്നതിന് ഒരുപാട് നസീഫുമാർ ഇത് കാണുന്നുണ്ട്. എന്നാൽ ഏർലി 20s ഇപ്പോൾ പ്രവാസ ജീവിതത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കാല് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇനി കാല് വെക്കാൻ പോകുന്ന ആ 20s നസീഫും ഉണ്ട്. അപ്പം പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്ന 20 വയസ്സുള്ള നസീഫ് പ്രവാസ ജീവിതത്തിൽ ഒരുപാട് വർഷം നിന്നിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരണം എന്ന് പറയുന്ന 30 വയസ്സുള്ള അല്ലെങ്കിൽ 30s നസീഫ്, ഈ 2 കൈൻഡ് ഓഫ് വ്യക്തികളോടും നസീഫിന് ഇന്ന് പറയാനുള്ളത് എന്താണ്? 21ാമത്തെ വയസ്സിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയ നസീഫുമാരോടും പോവാൻ നിൽക്കുന്ന നസീഫുമാരോടും എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ലീവ് കേരള. നിങ്ങൾ ഇവിടുന്ന് ലീവ് ചെയ്യാൻ പോകുന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ബെറ്റർ ലൈഫ്. പക്ഷേ അതിന് നിങ്ങൾ എന്താണ് വിലയായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കൂല. ഓൾസോ 20ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രൈമായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്ത് റിസ്ക് ലൈഫ് കൊണ്ട് എടുക്കാൻ പറ്റിയ, വാട്ട് എവർ ദ മിസ്റ്റേക്ക് യു ഡു, യു ക്യാൻ സ്റ്റിൽ കം ബാക്ക് ഇഫ് യു ആർ ഇൻ യുവർ 20s. സോ ഇത്രയും നല്ലൊരു സമയം നിങ്ങളൊരു ഈസി ആയിട്ടുള്ള ഒരു ജോബിലേക്ക് പോവാതെ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടെ എന്തെങ്കിലും മീനിങ് ഫുള്ളായിട്ട് ചെയ്യാൻ നോക്കൂ. വലിയ ബിസിനസ് ഒന്നും ചെയ്യണമെന്നില്ല, സ്വന്തം ജീവിതത്തിൻ്റെ വരുമാനത്തിനും വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കൂ. എന്നെ പോലെയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ റമീസിനെ പോലെയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേരളത്തിൽ മുന്നേ. ഇങ്ങനെ വിളിച്ച് പറയുന്ന ആൾക്കാരൊക്കെ കുറവായിരുന്നു, ഞാൻ വിചാരിക്കുന്നത് കുറവായിരുന്നു. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചുമ്മാ റീല് അല്ലെങ്കിൽ യൂട്യൂബിലോ മൂവിയോ ഒക്കെ മാത്രം വാച്ച് ചെയ്യാതെ ഇങ്ങനത്തെ കുറച്ച് ബിസിനസ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് see what you can do for yourself. Your 30 self will thank you if you do that. ഇനി 30 വയസ്സിലുള്ള നസീഫ്മാരോട് ഞാൻ പറയുന്നത്, യുവർ ടൈം ഈസ് റണ്ണിങ് ഔട്ട്.
ഇഫ് യു ഡോണ്ട് മേക്ക് എ ഡിസിഷൻ ഫാസ്റ്റ്, നിങ്ങൾക്ക് 40 കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാവും, 50 അതിലും പെട്ടെന്നാവും. ദെൻ ദർ ഇസ് നോ വേ ബാക്ക്. അവിടെ നിന്നൊരു രക്ഷ പിന്നെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ തിങ്ക് വെരി സീരിയസ്ലി അബൌട്ട് യുവർ ലൈഫ്. നിങ്ങൾ പ്രവാസം മടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്ന് തോന്നുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഹാപ്പി അല്ല എന്നുള്ള, അവിടെ നിന്നിട്ട് ഇന്റേണലി നിങ്ങൾ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഹാപ്പി അല്ല, പക്ഷെ നിങ്ങൾ വേറെ എന്തെല്ലാം കാരണം കൊണ്ടോ അവിടെ എങ്ങനെ നിന്ന് പോകുന്നു, അത് വർഷങ്ങളാവുന്നു, ദശാബ്ദങ്ങളാവുന്നു, അങ്ങനെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ മോസ്റ്റ് ലവ്ലി കോൾ. പ്ലീസ് കം ബാക്ക്, കം ടു യുവർ പ്ലേസ്. എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ ജീവിക്കൂ. ഇവിടെ നിങ്ങൾക്ക് കൂലിപ്പണിക്ക് പോയാലും 1000-1500 രൂപ. ഒരു പ്ലംബർക്ക് എത്രയാണ് കിട്ടുന്നത് റമീസ്? ഐ ഗസ് ഇറ്റ് ഈസ് 1500. 8 മണി തുടങ്ങിയിട്ട് 2 മണിക്കാണ് അവർ അവസാനിക്കുന്നത്. 1500 അറ്റ്ലീസ്റ്റ് ആ സ്കില്ല് ലേൺ ചെയ്യൂ. അതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. നിങ്ങൾക്ക് ചെറിയൊരു പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാതെ രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ നിങ്ങൾ പിടിച്ചു നോക്കൂ. ദിസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. ആ ഈഗോ ഇല്ലെങ്കിൽ വളരെ സിമ്പിളാണല്ലേ. ആ ഈഗോയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കുറച്ച് പിന്നെ അറിവിൻ്റെ ലോകത്തേക്കൊക്കെ പോയിട്ട് കം ബാക്ക് ടു യുവർ പ്ലേസ്. ദിസ് പ്ലേസ് ഈസ് കോളിങ് യു. നിങ്ങളുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ളവരെ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, നസീഫ് ഈസ് കോളിങ് യു. റമീസ് ഈസ് കോളിങ് യു. ദിസ് ഗൈ ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് വർക്ക് വിത്ത് ദിസ് കൈൻഡ് ഓഫ്. എന്നെ വിളിച്ചപ്പോൾ എന്നെ റമീസ് പറയുന്നത് നമുക്ക് പ്രവാസികളോടാണ് സംസാരിക്കേണ്ടതെന്ന്. അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആൾ ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽ സോ പ്രൗഡ്. സോ നസീഫ് ആൻഡ് റമീസ് ഈസ് കോളിങ് യു ബാക്ക്. പ്ലീസ് കം. നിങ്ങളുടെ വീട്ടുകാർ ചിലപ്പം വിളിച്ചെന്ന് വരില്ല, ബിക്കോസ് അവർക്ക് സേഫ്റ്റിയാണ് വേണ്ടത്. യു ഡോണ്ട് നീഡ് സേഫ്റ്റി ഇൻ യുവർ 20s ആൻഡ് ഇൻ യുവർ 30s ഓൾസോ യു ക്യാൻ ടേക്ക് റിസ്ക്. നിങ്ങൾ 40 കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ജംപ് ടുവേർഡ് ഇമ്മീഡിയറ്റ് ഡിസിഷൻ. ലൈക്ക് തിങ്ക് വെൽ, മേ ബി യു ഹാവ് 2-3 കിഡ്സ് ടു ടേക്ക് കെയർ ഓഫ് ഏജിങ് മദർ ആൻഡ് ഫാദർ. സോ ചില റിയാലിറ്റികളൊന്നും നമുക്ക് കണ്ടില്ല എന്ന് എടുക്കാൻ പറ്റില്ല. സോ ദാറ്റ്സ് മൈ മെസ്സേജ് ടു ദോസ് പീപ്പിൾ. അപ്പോൾ നമ്മളൊരു 1-1.5 മണിക്കൂർ നമ്മുടെ പ്രവാസ ജീവിതവും അതിൽ ടാക്കിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സും ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആക്ച്വലി നസീഫിന് വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ വീഡിയോ മില്യൺസ് ഓഫ് വ്യൂസ് കയറുക അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് വ്യൂസ് കയറുക ഇതൊന്നുമല്ല. ഈ വീഡിയോ കണ്ടിട്ട് ഒരു 1-2 പേർക്ക് അവരുടെ മനസ്സിലുള്ള ആ ഒരു ബ്ലോക്ക്, ആ ഒരു ബാരിയർ കഴിഞ്ഞിട്ട് അവർക്ക് അത് ചാടിക്കടന്ന് അവരുടെ ആഗ്രഹത്തിലേക്ക് എത്താൻ പറ്റണം. അല്ലെങ്കിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇവിടെ വരാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു 1-2 ഇൻസൈറ്റ്സ് ഇതിൽ നിന്ന് കിട്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിട്ട് 1-2 പേര് ഇവിടെ വന്നിട്ട് ഒരു എംപയർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ എംപയർ പോലും ബിൽഡ് ചെയ്യേണ്ട, അവർ ഇവിടെ വന്നിട്ട് അവർക്ക് ഹാപ്പി ആയിട്ട് അവരുടെ ഫാമിലിയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ 2 പേരുടെയും വിന്നായിരിക്കും. അത് നസീഫിനും പ്രൗഡായിരിക്കാം, എനിക്കും പ്രൗഡായിട്ടിരിക്കാം. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നസീഫ് വേറെ റീച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇതിന് വരണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നസീഫ് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബട്ട് സ്റ്റിൽ നസീഫ് വന്നത് എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അതായത് കേരളത്തിൽ ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കേരളം ഒരുപാട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഒരുപാട് ഗ്ലോബൽ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ടെക്കിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്രാൻഡ്സിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഹാർഡ്വെയറിലും ഡീപ് ടെക്കിലും എയിലും വരെ നമ്മൾ നല്ല അടിപൊളി പ്ലാറ്റ്ഫോംസ് ഇവിടുന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിന് ഗവൺമെൻറ്റും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ചും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ഒരു കാലത്ത് മീഡിയയിലും അതുപോലെ തന്നെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഓൺട്രപ്രണർ ബിസിനസ് കൾച്ചർ അല്ല, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി കൾച്ചർ അല്ല ഇന്ന് കേരളത്തിലുള്ളത്. കേരളം വളരെ വെൽക്കമിങ് ആണ് സ്റ്റാർട്ടപ്സിനെയും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെയും ഓൺട്രപ്രണേഴ്സിനെയും NRIസിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ഒക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്ന് സംരംഭം തുടങ്ങാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് ഫണ്ടിങ്ങിനും ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് VC ഫേംസ് ഉണ്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഐഡിയയിൽ, നമ്മുടെ ബിസിനസ് ഐഡിയയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഈവൻ ഗവൺമെൻറ് ഗ്രാൻഡായിട്ടും ലോണായിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു NRI ആണ് അല്ലെങ്കിൽ ഒരു പ്രവാസി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾ നിങ്ങളുടെ എക്സിറ്റിന് ഒരു ഡേറ്റ്, ഒരു റിജിഡ് ആയിട്ടുള്ള
അധികം ഫ്ലെക്സിബിൾ അല്ലാത്ത റിജിഡ് ആയിട്ടുള്ളൊരു ഡേറ്റ് വെക്കുക. ആ ഡേറ്റിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുക. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് 3 ഇയേഴ്സിൽ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് അച്ചീവ് ചെയ്യുക, 5 ഇയേഴ്സിൽ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് അച്ചീവ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് 1 വർഷം മുന്നേ ഉള്ള ഗോൾസ് അതെന്താണോ അത് നിങ്ങൾ അച്ചീവ് ചെയ്യുക. എന്നിട്ട് ആ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സിറ്റ് നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എത്തിയിട്ട് അല്ല നിങ്ങൾ കുറേ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാം, സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാം, ലേറ്റസ്റ്റ് ടെക്നോളജീസിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സസ് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ യൂട്യൂബിലും പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. അപ്പോൾ ഒരു പരിധി വരെ നിങ്ങളുടെ 0 to 1 സ്റ്റേജ് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള മറ്റൊരു ഇൻസൈറ്റ്. പിന്നെ എനിക്ക് പേഴ്സണലി ഇതിൽ ആഡ് ചെയ്യണം തോന്നിയിട്ടുള്ളൊരു കാര്യം, മുൻപൊന്നും ഇത് അത്ര റെലവൻ്റ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ഡിസിഷനല്ല, അത് ഒരു ഫാമിലി ഒരുമിച്ചെടുക്കേണ്ട ഡിസിഷനാണ്. അവിടെ നിങ്ങൾ മാത്രമല്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പാരൻസ് ഒക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫാമിലിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിൻ്റെ ആവശ്യകത പറയുക, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, പ്രോസ് ആൻഡ് കോൺസ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ഷോർട്ട് അനാലിസിസ്, അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും ഒക്കെ നിങ്ങളൊരു കുടുംബമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് എല്ലാവരും അതിൽ എഫേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് നിർത്തി വരുന്ന ആൾ മാത്രമല്ല, അയാളുടെ പാർട്ട്ണറും അയാളുടെ പാരൻസും അയാളുടെ കുട്ടികളൊക്കെ ഇതിൽ എഫേർട്ട് ഇടേണ്ടതുണ്ട്. അതിൽ ഓരോരുത്തരുടെയും പങ്ക് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വേയിലൂടെ മാത്രം നിങ്ങളുടെ എക്സിറ്റ് പ്ലാൻ ചെയ്യുക. അങ്ങനെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സ്പാർക്ക് അല്ലെങ്കിൽ ചെറിയ ഐഡിയ അല്ലെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ, ഒരിക്കലും ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത വീഡിയോ അല്ല, ബട്ട് അൾട്ടിമേറ്റ്ലി ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് സന്തോഷം മാത്രം. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങളുടെ ഒരു പ്രവാസ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എംപ്ലോയ്മെൻറ്റ് ലൈഫിൽ നിന്നും എക്സിറ്റ് ആയിട്ട് സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സ് ഗസ്റ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറ്റട്ടെ, എനിക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് നടത്തിയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചോ ഇൻവെസ്റ്റ്മെൻറ്റ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയെക്കുറിച്ചോ ഈവൻ നിങ്ങളുടെ എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള അഡ്വൈസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളെ അന്യനാട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസണിന് വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഇവിടെ വന്നിട്ടുള്ള നസീഫിൻ്റെ ഒബ്ജക്റ്റീവ് ഇന്ന് അത് തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രവാസ ജീവിതത്തിലുള്ള ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നൈബേഴ്സിനോ നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലും, അതായത് ഈ വീഡിയോ കണ്ടിട്ട് ഇത് അവരുടെ ജീവിതം മാറ്റിമറിക്കും എന്ന് തോന്നുന്ന ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങളത് ഷെയർ ചെയ്യണം. അങ്ങനെ ആളുകൾ രക്ഷപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. ഈ വീഡിയോ അതിന് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.